ബഹുമാനപ്പെട്ട കൗൺസിൽ അംഗങ്ങളെ, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് ഇന്നും നാളെയുമായി ആദ്യം നടക്കുന്നത്. അതിനുശേഷം 1 മുതൽ 2 മണി വരെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള ബ്രേക്കും, അതിനുശേഷം 2 മുതൽ 5:30 വരെയാണ് ഇന്നത്തെ ചർച്ച. ആകെയുള്ള സമയം കഴിഞ്ഞ കൗൺസിലിൽ സൂചിപ്പിച്ചിരുന്നതാണ്. ആദ്യം അനുശോചനം. മുൻ MP-യും MLA-യും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായിരുന്ന തലൈക്കുന്നിൽ ബഷീറിന്റെ നിര്യാണത്തിൽ ഈ സഭ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ചർച്ചയ്ക്ക് മുമ്പ് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ബഡ്ജറ്റ് കരട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുസ്തകത്തിൽ പേജ് നമ്പർ 191 മുതൽ വാർഡുതല നിർദ്ദേശങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതത് വാർഡുകളിലെ ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് അത് പ്രിന്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറിയ സാഹചര്യം വന്നപ്പോൾ ഫോണ്ടിൽ വന്ന വ്യത്യാസം അതിൽ കാണാൻ വേണ്ടി സാധിക്കും. വാർഡുതല നിർദ്ദേശങ്ങൾ ആയതുകൊണ്ട് ബന്ധപ്പെട്ട കൗൺസിൽ അംഗങ്ങൾക്ക് അത് കൃത്യമായി അറിയാവുന്നതാണ്. അപ്പോൾ അത് ഒരു തിരുത്തായി അതിനകത്ത് രേഖപ്പെടുത്തണം എന്നുള്ളത് അറിയിക്കുകയാണ്. നമ്മുടെ അന്തിമ ബഡ്ജറ്റിൽ അത്തരം തെറ്റുകൾ വരാതെ നമുക്ക് ശ്രദ്ധിക്കാമെന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കൃത്യമായി എഴുതി തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് കൊണ്ടാണ് സമയക്രമം ഇവിടെ പാലിക്കുന്നത്. നിശ്ചയിച്ച സമയത്തിന് 1 മിനിറ്റ് മുൻപ് വാർണിംഗ് ബെല്ലുണ്ടാകും. സമയം കഴിയുന്ന മുറയ്ക്കും ഒരു ബെല്ലുണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആദ്യം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ DR അനിൽ 5 മിനിറ്റ്, അതിനുശേഷം ശ്രീ MR ഗോപൻ 12 മിനിറ്റ്. ബഹുമാനപ്പെട്ട മേയർ, വളരെ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ലോകമെമ്പാടും സാമ്പത്തികമായി വലിയ തകർച്ചയിലകപ്പെട്ട ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രായോഗികവും ശാസ്ത്രീയവുമായി 21-23 ബഡ്ജറ്റ് അവതരിപ്പിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ഡെപ്യൂട്ടി മേയർ PK രാജുവിനെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. ഐക്യകേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ സമ്മേളനം 1956 തൃശ്ശൂരിൽ ചേർന്നുകൊണ്ട് പുതുതായി രൂപപ്പെടുന്ന കേരളം എങ്ങനെ ഇരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചർച്ച ചെയ്യുകയുണ്ടായി. അങ്ങനെ പുതുതായി രൂപപ്പെടുന്ന കേരളം എങ്ങനെയാകണമെന്നുള്ള ചർച്ചയുടെ ഭാഗമായി കേരളത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 അന്നത്തെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇട്ട അടിസ്ഥാനമാണ് ഇന്ന് കേരളമാകെ ഉയർന്നു നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ജനകീയാസൂത്രണത്തിൻ്റെ 25ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ സർവതല സ്പർശിയായ ഈ ബഡ്ജറ്റിലൂടെ തിരുവനന്തപുരം നഗരസഭ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിന് ലോകത്തിനാകെ മാതൃകയാകുകയാണ് ഈ ബഡ്ജറ്റിലൂടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിവിടെ 1-2 ബഡ്ജറ്റുകൾ കണ്ടിരുന്നു, കേന്ദ്ര ബഡ്ജറ്റും കേരള ബഡ്ജറ്റും. അതിൽ കോവിഡാനന്തര കാലഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ കൂടുതൽ സഹായിക്കേണ്ട സാഹചര്യമുള്ളപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിൽ ഉയർന്നു പ്രവർത്തിക്കാൻ കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറായില്ല എന്നത് നാം കണ്ടതാണ്. കോവിഡ് കാലത്ത് ആരോഗ്യ സംരക്ഷണത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന രീതിയും നാം കണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ചിരകാല അഭിലാഷമായിരുന്ന നിരവധി കാര്യങ്ങൾ, എയിംസ്, അതുപോലെ തന്നെ റെയിൽവേ സോൺ, ഒന്നും തന്നെ നമുക്ക് കിട്ടുന്ന ഒരു രീതി വന്നില്ല. ആ സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ 25 വർഷക്കാലത്തെ മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ വികസന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കേരള സംസ്ഥാന ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് എന്നും നാം ആലോചിക്കേണ്ട. അങ്ങനെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിജ്ഞാനത്തിൻ്റെയും വികസനത്തിൻ്റെയും പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ നഗരസഭയെ നയിക്കുന്നതിലേക്കാണ് ഈ ബഡ്ജറ്റ് ഊന്നൽ നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സർവതല സ്പർശിയായ ഈ ബഡ്ജറ്റ് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിലെ
ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടുകൾക്ക് പിൻബലമായി ഏതാണ്ട് 12 ലക്ഷത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന തിരുവനന്തപുരം നഗരത്തിൽ ആകെ 642 അതിദാരിദ്ര്യരാണ് കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ അവരെ മുഴുവൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകുവാൻ വളരെ ആർജവത്തോടുകൂടി എടുത്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ലോ കാർബൺ അനന്തപുരി നമ്മുടെ ഒരു പ്രധാന പ്രോജക്റ്റാണ്. നമ്മളിവിടെ വച്ചിട്ടുള്ളതിലെ പ്രകൃതി സൗഹൃദമായി കാർബൺ ബഹിർഗമനം കുറച്ചുകൊണ്ട് നമ്മുടെ നഗരത്തെ ലോ കാർബൺ അനന്തപുരിയാക്കുക എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ വലിയ ആവേശമാണ് ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ MLCPകൾ നമ്മളിവിടെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മളിവിടെ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. നിരവധി ആശയങ്ങൾ നമ്മളിവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ നഗരസഭ എന്നുള്ള നിലയിൽ പ്രായം കുറഞ്ഞ മേയർ എത്ര പക്വതയോടുകൂടി പ്രതിസന്ധികളെ മറികടന്നു എന്നുള്ളത് തെളിയിക്കാൻ കൂടി ഈ നഗരസഭയ്ക്കായി എന്നുള്ളതാണ്. പ്രതിസന്ധികളിൽ നഗരസഭയിലെ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്നുള്ള ഉറപ്പ് നഗരവാസികൾക്ക് ഉണ്ടായ വർഷങ്ങളായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ. ദീർഘവീക്ഷണമുള്ള ഈ ബഡ്ജറ്റ് അടുത്ത ഒരു വർഷത്തെ വികസനമല്ല ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ കാഴ്ചവെച്ചിരിക്കുന്നത്. വലിയ വികസന കാഴ്ചപ്പാടോടുകൂടി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ഈ ബഡ്ജറ്റിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരം നഗരസഭ 2022-23 സാമ്പത്തിക വർഷത്തേക്ക് അവതരിപ്പിച്ച ബഡ്ജറ്റ് ജനദ്രോഹവും അതുപോലെ തന്നെ ജനോപകാരപ്രദമായിട്ടുള്ള ദീർഘവീക്ഷണമുള്ള 10 ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള യാതൊന്നും തന്നെ അതിലില്ലാത്തതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ആദ്യമേ തന്നെ ഇത് തള്ളിക്കളയാണ് സർ. മേയറുടെ ആമുഖ പ്രസംഗം വായിക്കുകയും അത് കേൾക്കാനും ഇടയുണ്ടായി. സർ, ആമുഖ പ്രസംഗത്തിൽ തികച്ചും രാഷ്ട്രീയമായ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിന് പകരം അതിനകത്ത് കുത്തി നിറച്ചിരിക്കുന്നത് പിണറായി സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് എങ്കിൽ ആ ബഡ്ജറ്റിന്റെ ആമുഖ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ലോകം വിറങ്ങലടിച്ചു നിന്ന 1, 2, 3 തരംഗങ്ങളെ സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഇടപെട്ട് പരിഹരിച്ചു എന്നാണ്. സർ, എവിടെയാണ് സാർ സംസ്ഥാന സർക്കാർ കോവിഡിന്റെ 1, 2, 3 തരംഗങ്ങളെ അതിജീവിക്കുവാനുള്ള എന്ത് പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള സൗജന്യ വാക്സിൻ കൊടുത്തുകൊണ്ട് ആ പദ്ധതിയെ നിങ്ങൾ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ കണ്ടുമുട്ടരുന്നല്ല സർ. കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള സൗജന്യ ഭക്ഷ്യക്കിറ്റ്, ആ ഭക്ഷ്യക്കിറ്റ് കൊടുത്തുകൊണ്ട് വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്നിട്ട് ആ ഭക്ഷ്യക്കിറ്റിനെയും സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് ആക്കാം എന്ന് നിങ്ങൾ ധരിച്ചാൽ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും സാർ. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളും തള്ളിക്കളയും. ആക്കാൻ പ്രാപ്തിയും താണിയുമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളും പൊതുസമൂഹവും എന്ന കാര്യം നിങ്ങൾ ആമുഖമായി മനസ്സിലാക്കിയത് നന്നായി സാർ. അതുപോലെ നിങ്ങൾ അതിൽ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു വസ്തുതയുണ്ട്. എന്താ? ഈ പദ്ധതി ആമുഖ പ്രസംഗത്തിൽ പേർ വായിച്ച ഒരു ഏതൊക്കെ പദ്ധതികൾ നമുക്കറിയാം. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം, ആരോഗ്യരംഗം, കേരളത്തിലെ ഏറെ പ്രകടനവും അതുപോലെ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണെന്ന് വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ അതിന് നീതി ആയോഗിൽ ഉൾപ്പെടുത്തി. സാർ, ഞങ്ങളുടെ ഗവൺമെൻറ്റിന്, ഭാരതീയ ജനതാ പാർട്ടിക്ക്, നരേന്ദ്രമോദി സർക്കാരിന് ഒക്കെ വിവേചനമില്ല സാർ. നിങ്ങളെപ്പോലെ നിങ്ങൾ ഈ സഭയിൽ കാണിക്കുന്ന CPM എന്ന രാഷ്ട്രീയ വിവേചനം കേന്ദ്ര സർക്കാരിനുണ്ട് എങ്കിൽ നിങ്ങൾ നീതി ആയോഗിന്റെ 7 അയലത്ത് പോലും ഇടം പിടിക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് വിവേചനമില്ല. ആ വിവേചനമില്ലാത്തത് കൊണ്ടാണ് സാർ നിങ്ങൾ ഇന്ന് ഈ നിലയിലേക്ക് അവാർഡുകൾ വാങ്ങിക്കൂട്ടാൻ, കേന്ദ്ര ഫണ്ട് വാങ്ങാൻ ഒക്കെ പോകുമ്പോൾ എന്തേ സാർ ഈ ആമുഖ പ്രസംഗത്തിൽ ശ്രീ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് ഒരു വാക്ക് സ്പർശിക്കാതെ പോയത്? നിഷ്പക്ഷമായ
നീതിയുക്തമായ നിലപാട് സ്വീകരിക്കേണ്ട മേയർ എന്തുകൊണ്ട് സാർ അത്തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനം കാണിച്ചു എന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? ഈ സീറ്റിലിരിക്കുമ്പോൾ ആമുഖ പ്രസംഗം നടത്തുമ്പോൾ അതിന് ഒരു നീതി വേണം സാർ, ഒരു ധർമ്മം വേണം സാർ, ഒരു സത്യം വേണം സാർ. അതൊന്നുമില്ലാതെ തികഞ്ഞ പിണറായിയെ മാത്രം പുകഴ്ത്തി കാണിച്ചുകൊണ്ട്, വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയാൽ അതൊന്നും ശരിയാവില്ല സാർ, അതൊന്നും അംഗീകരിക്കില്ല സാർ. ഇവിടെ കേന്ദ്രത്തിലെ പദ്ധതികൾക്ക് അംഗീകാരം പോലും ലഭിക്കാത്ത പദ്ധതിയെ നിങ്ങൾ ഇതിൻ്റെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു സാർ. പിന്നെ ഇനി ബഡ്ജറ്റിലേക്ക് പോയാൽ എന്താ, നിങ്ങൾ ഈ നഗരവാസികൾ ആഗ്രഹിക്കുന്ന ഏത് പദ്ധതിയാണ് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാർ? നിങ്ങൾ പറയപ്പെടേണ്ടത്, നിങ്ങൾ പൊതുവായി മറുപടി പറയേണ്ടത്, നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിലെത്തിയ ജനങ്ങളെ നിങ്ങൾ കരണത്തടിക്കുന്നതിന് തുല്യമാണ് സാർ. ഇത് ദീർഘവീക്ഷണമില്ലാത്ത ഒരു പദ്ധതിയും ഇതിനകത്ത് നടപ്പിലാക്കിയിട്ടില്ല സാർ. ആമുഖമായി പറഞ്ഞാൽ ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം എന്താണെന്ന് നിങ്ങൾക്കും എനിക്കുമൊക്കെ അറിയാം സാർ. എന്താണ്? ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ സഭയിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഈ സഭയിൽ നാഴിക്ക് 40 വട്ടം പറഞ്ഞിട്ടുണ്ട്. ആ സഭയിൽ ജനങ്ങളോട് കടപ്പാടും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഭരണകൂടമായിരുന്നു എങ്കിൽ നിങ്ങൾ ഇന്ന് 2 സെന്റിലും 1 സെന്റിലും താമസിക്കുന്ന ആളുകൾക്ക് സമ്പൂർണ്ണ നഗരസഭയുടെ ഡ്രെയിനേജ് പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ ഒരു ആലോചനാ യോഗം, അതിനു വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഫണ്ട് നിങ്ങൾക്ക് കിട്ടും. ആ കേന്ദ്ര ഫണ്ട് അമൃത് പദ്ധതിയിൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ അനുവദിച്ചു തരാൻ കേന്ദ്രം തയ്യാറാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭയുടെയും പങ്കാളിത്തത്തോടുകൂടി ഈ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ നടപ്പിലാക്കാൻ എന്തേ സാർ ശ്രമിക്കാത്തത്? എന്തേ അതിനുവേണ്ടിയൊരു നിർദ്ദേശം വെക്കാത്തത്? കൂട്ടിച്ചേർക്കപ്പെട്ട പഞ്ചായത്തുകളായിട്ടുള്ള കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, തിരുവല്ലം ഇങ്ങനെയുള്ള സോണൽ പ്രദേശങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിലെ ആകെ 100 വാർഡുകളുള്ളതിൽ 32 വാർഡുകളിൽ മാത്രമാണ് ഡ്രെയിനേജ് സമ്പ്രദായമുള്ളത്. ഈ ഡ്രെയിനേജ് വേണ്ടേ സാർ? നമ്മുടെ നാട്ടിലേക്ക് 2 സെൻറ്റും 1.5 സെൻറ്റും 3 സെൻറ്റും വാങ്ങി വീട് വെച്ച് താമസിക്കുന്ന ആളുകൾക്ക് ഒരു കിണർ കുത്തണമെങ്കിൽ അവർക്ക് ഇടമില്ലാത്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇതിന് പരിഹാരം കണ്ടെത്തണ്ടേ സാർ? ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള ചിന്തയെങ്കിലും ഈ ഭരണ നേതൃത്വം ഉണ്ടാക്കണ്ടേ? നിങ്ങൾ ഇതിനകത്ത് എന്താ കാണിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി രേഖാമൂലം 35 കൗൺസിലർമാർക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ഞങ്ങൾ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ ആദ്യം ഒന്നാമതായി നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഇന്ന് നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതമായിട്ടുള്ള ഡ്രെയിനേജ് സമ്പ്രദായത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ പദ്ധതി ഉൾപ്പെടുത്തണം. ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 ലക്ഷം രൂപ വച്ചു പോയാൽ ഏതെങ്കിലും ഒരു വാർഡിലേക്ക് ഡ്രെയിനേജ് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഈ പദ്ധതി തയ്യാറാക്കിയ ഭരണ നേതൃത്വം, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരുന്നു. ഇവിടെ എവിടെയാണ് ചിന്തിച്ചിരിക്കുന്നത്? എന്താ കാണാൻ കഴിയുന്നത്? നിങ്ങൾ അപ്പുറത്ത് വന്നിരുന്നിട്ട് ഇപ്പുറത്തേക്ക് നോക്കി BJPയുടെ കുറേ കൗൺസിലർമാരെ പ്രസംഗിച്ച് മൂട്ടിലാക്കാൻ നോക്കുക അല്ലാതെ നിങ്ങൾ വിചാരിച്ചാൽ ഈ നാടിൻ്റെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഏതെങ്കിലും ഒരു പദ്ധതി ഇതിനകത്തുണ്ടോ സാർ? ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കാണ് ഇതിനകത്ത് കൂട്ടുത്തരവാദിത്വമുള്ളത്? ഒരു കൂട്ടുത്തരവാദിത്വമില്ലാത്ത, ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കപ്പെടാത്ത, ജനങ്ങൾ ജയിച്ച് അധികാരത്തിലേറ്റിയാൽ എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ള ഒരു ദാക്ഷ്യത്തോടെയുള്ള, ധിക്കാരത്തോടെയുള്ള ഒരു ഭരണമാണ് സാർ നിങ്ങളിവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. സാർ, നമുക്ക് മറ്റൊന്ന് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ആമുഖ പ്രസംഗത്തിൽ തന്നെ സ്പർശിച്ചു പോയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? നദീതടങ്ങൾ സംരക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ നദീതടത്തെ നമുക്ക് സംരക്ഷിക്കപ്പെട്ട് സമീപത്ത് താമസിക്കുന്ന, ഇവിടെ മഴക്കാലം വരുന്ന അവസരത്തിലൊക്കെ നമുക്കറിയാം നദികളായിട്ടുള്ള കരമനയാറ്, കിള്ളിയാറ്, പാർവതി പുത്തനാറ് ഇങ്ങനെയുള്ള ആറുകളുടെയൊക്കെ സമീപത്തുകൂടി ഡാം തുറക്കുന്ന അവസരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങളൊരു നിർദ്ദേശം ഒരു നിർദ്ദേശം പോലും കൊടുക്കാൻ കഴിയാത്ത, ഈ മഴക്കാലം വരുമ്പോൾ ജനങ്ങൾ വീട് ഇടിയുകയും വീടിന് വെള്ളപ്പൊക്കം വരികയും വീട് മാറുകയും സ്കൂളുകളിലേക്ക് താമസം മാറുകയും ചെയ്യുന്ന നിരവധി മേഖലകളുണ്ട് സാർ. അവിടുത്തെ പട്ടിണി പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരനെ ബണ്ട് പൊട്ടി അവൻ ജീവൻ തുല്യം സ്നേഹിക്കുന്ന മക്കളുടെ മരണം, അതുപോലെ തന്നെ വീട് ഇടിഞ്ഞു പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ദീർഘവീക്ഷണമില്ല.
കാർഷിക മേഖലയെ സംബന്ധിച്ചിട്ട്. കാർഷിക മേഖലയെ നിങ്ങൾ കർഷകരെയൊക്കെ അങ്ങ് വാനോളം വാഴ്ത്തപ്പെട്ടു. അങ്ങ് ഡൽഹിയിൽ സമരം നടന്നപ്പോൾ ഇനി BJP അവിടെ അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ ഒത്തിരി പേരുണ്ട്. അറിഞ്ഞ് പ്രസംഗിച്ചു. എന്താ BJP കർഷക സമരത്തിൽ ഒലിച്ചു പോയിരിക്കുന്നു? എന്താ സാർ അവിടെ ഒലിച്ചു പോകാത്തെ? 5 സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 4 സംസ്ഥാനത്തും BJP 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. നിങ്ങൾ പറഞ്ഞ കർഷക സ്നേഹം എവിടെയായിരുന്നു എന്ന് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് സാർ. സാർ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ചെറുകിട വ്യവസായം ചെയ്യുന്ന ആളുകൾ, ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് കൈത്തോടുകളായിട്ട് വരുന്ന ആളുകൾക്ക് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് ഇന്നും കൃഷി ആവശ്യങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാൻ സാധിക്കാത്ത പദ്ധതി നിങ്ങൾ ഇതിനകത്ത് മറ്റൊന്നും ചെയ്ത് കണ്ടിട്ടില്ല സാർ. മറ്റേതോ ഒരു കാര്യം നമുക്കറിയാം, പാർപ്പിടത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏവർക്കും അറിയാവുന്ന വസ്തുതയുണ്ട്. അപ്പുറത്തിരിക്കുന്നവർക്കും ഇപ്പുറത്തിരിക്കുന്നവർക്കും ഒരേപോലെ സർക്കുലർ കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് PMAY. അതിലെ എമൗണ്ടുകളെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കേണ്ട. ആ പദ്ധതി ആവിഷ്കരിച്ചതും ആ പദ്ധതി കൊണ്ടുവന്നതും PMAY എന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കൊണ്ടുവന്നതും ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ പദ്ധതി കൊണ്ടുവന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ന് ഫലപ്രദമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് എന്തേ സാർ ആമുഖ പ്രസംഗത്തിൽ ഒരു വാക്ക് സ്പർശിക്കാൻ പോകാൻ നിങ്ങളുടെ തൂലിക അവിടെ എന്താ സാർ ചലിക്കാത്തത്? അവിടെയും നിങ്ങൾക്ക് രാഷ്ട്രീയമായ വിവേചനം, അവിടെയും നിങ്ങൾക്ക് രാഷ്ട്രീയമായ തിമിരം. രാഷ്ട്രീയ തിമിരം BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ തരത്തിലുള്ള അവാർഡുകളും അതുപോലെ തന്നെ ഫണ്ടും ഒന്ന് ഏറ്റുവാങ്ങാൻ കേരളത്തിലെ ഒരാളിനും അങ്ങോട്ട് പോകേണ്ടി വരില്ലായിരുന്നു. ഞങ്ങൾക്ക് തിമിരമില്ല. നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമാണ്. ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ഈ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഏറ്റവും നല്ല സമഗ്രമായ വികസന പദ്ധതി നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയാഞ്ഞിട്ടാണ് സാർ ഞങ്ങളിവിടെ നിന്ന് നിങ്ങളെ ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത്. ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. ഇനിയും ഇന്ന് വെളുത്ത് തീരുമ്പോൾ നാളത്തെ ഫൈനൽ വരുന്ന അവസരത്തിൽ നിങ്ങൾക്കിതിന് മതിയായിട്ടുള്ള തുക മാറ്റിവെക്കാം. ഡ്രെയിനേജ് സമ്പ്രദായം നാടിന് ആവശ്യമാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷ കൗൺസിലർമാർക്കും കോൺഗ്രസിൻ്റെ ആളുകൾക്കും BJPയുടെ ആളുകൾക്കും പൊതുസമൂഹത്തിനും ഒരേപോലെ ആവശ്യമുള്ള പദ്ധതിയാണ് സാർ. അതുപോലെ മറ്റൊന്നിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ തെരുവുവിളക്കുകളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് നിരവധി തവണ ഇന്ന് തെരുവുവിളക്കും കുടിവെള്ളവും നമ്മുടെ നാട്ടിൽ, നമ്മുടെ നഗരസഭയിൽ സമ്പൂർണ്ണമാക്കണം എന്ന് നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് സാർ. ഒരു പ്രാവശ്യം മേയർ അതിനുവേണ്ടി നഗരസഭ പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും സന്തോഷിച്ചതാണ് സാർ. ഇന്ന് കുടിവെള്ളം ലഭിക്കാത്ത, വൈദ്യുതീകരിക്കാത്ത വീടുകൾ നമ്മുടെ വാർഡുകൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളുണ്ട് സാർ. ലൈൻ എക്സ്റ്റൻഷന് വേണ്ടി ജനോപകാരപ്രദമായിട്ടുള്ള കുടിവെള്ള പദ്ധതി വാർഡുകളിൽ പൂർണ്ണമായി എത്തിക്കാൻ ഈ നഗരസഭ രൂപം കൊടുത്തിട്ടുള്ള മേയർ ഇവിടെ വലിയ തോതിൽ വലിയ പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞിട്ടുള്ള ഏത് പദ്ധതിയാണ് സാർ ഇവിടെ നിങ്ങൾ സമ്പൂർണ്ണമാക്കാൻ കഴിഞ്ഞത്? ഇന്നും അത് നാമമാത്രമായി പല വാർഡുകളിലും പല സ്ഥലങ്ങളിലും ലൈൻ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ള തുക നിങ്ങൾ ഫലപ്രദമായി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിനും അതുപോലെ വാട്ടർ അതോറിറ്റിക്കുമൊക്കെ കൊടുക്കുന്ന ഫണ്ടുകൾ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നില്ല എന്ന വസ്തുത നിങ്ങൾ വിസ്മരിക്കരുത്. ഇത് ജനദ്രോഹ ബഡ്ജറ്റാണ്. ഇത് തള്ളിക്കളയുന്നു. ഈ ബഡ്ജറ്റ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ്പാൽ. അടുത്തതായി നമുക്കിന്ന് ബഡ്ജറ്റ് ചർച്ച നടക്കുമ്പോൾ എനിക്ക് ആമുഖമായി പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബഡ്ജറ്റ് അവതരിപ്പിക്കുവാനും പ്രഖ്യാപനം നടത്തുവാനും എല്ലാവർക്കും സാധിക്കും. അതിന് ഒരു പക്ഷഭേദവുമില്ല. പക്ഷെ അത് നടപ്പിലാക്കുന്നതിലാണ് മിടുക്ക്. നമ്മുടെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ബഡ്ജറ്റുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ 60 മുതൽ 80% വരെയുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും പ്രഖ്യാപനങ്ങളായി മാത്രം നിൽക്കുകയാണ്. തൊട്ട് കഴിഞ്ഞ ബഡ്ജറ്റ് തന്നെ, നമ്മുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ തന്നെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എല്ലാം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയുകയാണ്. അക്വാപോണിക്സ്, വിഷരഹിത മത്സ്യവും പച്ചക്കറിയും നഗരവാസികൾക്ക് പെട്രോൾ പമ്പ് ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനന്തപുരി പബ്ലിക് ലാബ്,
സൈക്കിൾ പാത്വേ, മസ്കിറ്റോ ഡെൻസിറ്റി യൂണിറ്റ്, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ്, ജനഹിതം പുതിയ പേരിൽ ഇപ്പോൾ ഉണ്ട്, നിങ്ങൾക്കും പറയാം. അനന്തപുരി മൊബൈൽ മെഡിക്കൽ സ്റ്റോർ ഇപ്പോൾ പുതിയ മെഡിക്കൽ സ്റ്റോറുമായി വന്നിട്ടുണ്ട്. അതുപോലെ നിരവധിയായ കാര്യങ്ങൾ. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ വിശദീകരിച്ചാൽ ആകെ അനുവദിച്ച സമയം പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡയാലിസിസ് യൂണിറ്റൊക്കെ 2 ആശുപത്രികളിലാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ഒന്ന് ഫോർട്ട് ഹോസ്പിറ്റലിലും ഒന്ന് പാങ്ങപ്പാറ ആശുപത്രിയിൽ. സാർ, പാങ്ങപ്പാറ ആശുപത്രി ഇതുവരെയ്ക്ക് ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയിട്ടില്ല സാർ. ഫോർട്ട് ആശുപത്രിയിൽ ഏതാണ്ട് 9 വർഷം മുമ്പ് ശ്രീ VS ശിവകുമാർ ആരോഗ്യമന്ത്രിയായപ്പോൾ തുടങ്ങിയ ഡയാലിസിസ് യൂണിറ്റാണ് ഇപ്പോഴും ഉള്ളത്. നഗരസഭയുടെ ഒരു പ്രത്യേക ഡയാലിസിസ് യൂണിറ്റ് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ, കോവളത്ത് അനന്തപുരി ടൂറിസ്റ്റ് വില്ലേജ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നിരവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ നടന്നു കാണുവാനുള്ള ആഗ്രഹമുണ്ട് സാർ. നൂതനങ്ങളായ ഹെഡിങ്ങുകൾ, പ്രഖ്യാപനങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. അതിനൊക്കെ ഞങ്ങൾ UDF സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യമാണ് കാണിക്കേണ്ടത്. ഈ ബഡ്ജറ്റിൽ നഗരത്തിലെ ജനങ്ങളെ പ്രധാനമായി ബാധിക്കുന്ന ഒരു 4-5 വിഷയങ്ങളുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രധാനമായി പറഞ്ഞിട്ടുണ്ടോ? നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാലിന്യ സംസ്കരണ വിഷയം തന്നെയാണ്. ഇവിടെ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചെറിയ പദ്ധതികൾ നടപ്പിലാക്കി. നമ്മൾ പൈപ്പ് കമ്പോസ്റ്റ്, റിങ് കമ്പോസ്റ്റ്, കിച്ചൺ ബിന്ന് ഒക്കെ പരാജയപ്പെട്ടില്ലേ സാർ? വെളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയതിൻ്റെ പേരിൽ ജനങ്ങളെ നമ്മൾ വെല്ലുവിളിക്കുകയാണ്. പകരം സംവിധാനം ഒരുക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ നിരവധി തവണ നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ ഏകീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ പലപ്പോഴും. നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കുന്നുണ്ടോ സാർ? മാലിന്യ വിഷയത്തിൽ നമുക്കറിയാം, നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വന്നതിന് ശേഷം 10-27 വർഷങ്ങളായി ഏതാണ്ട് 170 കോടിയിലധികം തുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടു കൂടി നഗരസഭയുടെ വിഹിതവുമായി നമ്മൾ ചിലവാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ എവിടെ പോയി നിൽക്കുന്നു? നമ്മൾ തൊട്ടടുത്ത കവടിയാർ വാർഡിൽ, കൊട്ടാരം ഇരിക്കുന്ന കവടിയാർ വാർഡിൽ പോയാൽ ശബരകൂന ഇപ്പോഴും കാണാം. ഞാൻ ഇന്നലെ അതുവഴി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ അത്തരത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് പലവിധ സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്ന ഒരു സാഹചര്യം ഈ കോവിഡിൻ്റെ മഹാമാരിയുടെ നടുവിൽ പോലും നമുക്ക് നിലനിൽക്കുന്നത് പരിഹരിക്കുവാൻ പദ്ധതി വേണ്ടേ സാർ? തെരുവ് വിളക്കുകൾ, ഇന്ന് കൗൺസിലർമാർ പല യോഗങ്ങളിലും ഇവിടെ മുറവിളി കൂട്ടുന്നത് തെരുവ് വിളക്കുകളുടെ കാര്യത്തിലാണ്. LED കൊണ്ട് ഇവിടെ സമ്പൂർണ്ണമായ വെളിച്ചം വിതറുമെന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇന്നും നമ്മുടെ നഗരത്തിലെ 50% ലൈറ്റുകൾ ഇപ്പോഴും പഴയ ട്യൂബ് ലൈറ്റാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ട്യൂബ് ലൈറ്റൊക്കെ മാറ്റി LED ലൈറ്റ് ആക്കുകയാണ് പതിവ്. ഇപ്പോൾ LED ലൈറ്റ് അണയുമ്പോൾ വീണ്ടും ട്യൂബ് ലൈറ്റ് ആക്കുകയാണ് പലയിടത്തും. അപ്പോൾ നമ്മൾ വീണ്ടും പഴയ കാളവണ്ടി യൂത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. SPL സോളാർ വേപ്പർ ലാമ്പ് മാറ്റി ഐമാസ് LED ലൈറ്റ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായും. അപ്പോൾ അത്തരത്തിൽ തെരുവ് വിളക്കുകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിന് വേണ്ടിയിട്ട് അവർക്ക് പണം വാരിക്കോരി കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് തെരുവ് വിളക്കുകളുടെ ഓരോ കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിലപ്പുറം ജനങ്ങളെ സഹായിക്കുവാൻ, നമ്മുടെ കൗൺസിലർമാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ KSEB ജനങ്ങൾ പോയി ചോദിക്കുമ്പോൾ കൗൺസിലറോട് പറയുമെന്നാണ് KSEBക്കാർ പറയുന്നത്. കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഒരു കൗൺസിലർക്കും ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നതല്ല. KSEBയുടെ വിഷയത്തിൽ, തെരുവ് വിളക്കുകളുടെ കാര്യത്തിൽ ലൈറ്റുകൾ യഥാസമയം മെയിൻ്റെനൻസ് ചെയ്തു പോലും കിട്ടുന്നില്ല. അത്തരത്തിൽ തെരുവ് വിളക്കുകളുടെ കാര്യത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ മറുപടി കിട്ടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റൊക്കെ പറഞ്ഞതാ, ഒരു 10 വർഷം മുമ്പ് കെന്നൽ പാർക്കിന് വേണ്ടി ഒരു ബഡ്ജറ്റിൽ നമ്മൾ അവതരിപ്പിച്ചു, 2 ബഡ്ജറ്റ് അവതരിപ്പിച്ചു കെന്നൽ പാർക്ക്. ഇപ്പോൾ ഇടയ്ക്ക് അല്ലാതെയും നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷവും ഔപചാരികമല്ലാതെ തന്നെ കെന്നൽ പാർക്കിന് വേണ്ടി സംസാരിക്കുകയുണ്ടായി. പക്ഷേ കെന്നൽ പാർക്ക് പോയിട്ട് തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നുള്ള ABC പ്രോഗ്രാം പോലും വിജയകരമായി നടക്കുന്നില്ല. ABC പ്രോഗ്രാമിന് വേണ്ടി തുക ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ ABC പ്രോഗ്രാം ചെയ്യുന്നത്? അപ്പോൾ അത്തരത്തിൽ ABC പ്രോഗ്രാമിനെ
കെട്ടഴിച്ചു വിട്ട രീതിയിൽ, ആ രീതിയിൽ നമുക്ക് തെരുവ് നായ്ക്കളെ വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതികളുമായി ABC പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്മശാനം ഇത്തവണത്തെ ബഡ്ജറ്റും പറയുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു തെരുവ് നായ്ക്കൾക്ക് വേണ്ടി ശ്മശാനം, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് വേണ്ടി ശ്മശാനം സ്ഥാപിക്കുമെന്ന്. നമുക്കറിയാം, ഒരു തെരുവ് നായ റോഡിൽ വീണ് ചത്ത് കിടന്നാൽ രാവിലെ കൗൺസിലർക്ക് വിളി വരിക, നായ ചത്ത് കിടക്കുകയാണ്, കുഴിച്ചു മൂടണം കൗൺസിലറെ എന്ന്. നാട്ടുകാരുടെ വിളിയ. നമുക്ക് കുഴിച്ചു മൂടാനോ അതിനെ സംസ്കരിക്കുവാനോ സംവിധാനം നഗരസഭയ്ക്കുണ്ടോ സാർ? അപ്പോൾ അത്തരത്തിൽ തെരുവ് നായ്ക്കളെ യഥേഷ്ടം കൊച്ചുകുട്ടികളെയും സ്ത്രീകളെയും ആക്രമിക്കുന്ന തരത്തിലേക്ക്, വിദേശികളെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളിനെ കുറിച്ചൊക്കെ നമ്മുടെ മേയർ ആമുഖ പ്രസംഗത്തിൽ വളരെ വലിയ രീതിയിൽ അതിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ടു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വേണ്ട എന്ന് പറഞ്ഞ് തള്ളിയ ആ പദ്ധതിക്കാണ് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ 2 ലക്ഷം കോടി രൂപ അനുവദിച്ചത്. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ ഡൽഹിയിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഡൽഹിയിൽ കാലുകുത്തി നരേന്ദ്രമോദിയുമായി സംഭാഷണം തുടങ്ങിയപ്പോൾ കേരളത്തിലെ UDF എംപിമാരെ പോലീസ് മർദ്ദിക്കുക. എന്താണ് സാർ ഇത്? ജനാധിപത്യമാണോ? സമരം ചെയ്യുവാൻ ജനപ്രതിനിധികൾക്ക് പോലും അവകാശമില്ലാത്തൊരു കാലഘട്ടമാണോ? അപ്പോൾ അത്തരത്തിൽ സംഭാഷണങ്ങളുടെ പേരിൽ ഒരു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും സംഭാഷണം നടത്തിയാൽ ഉടൻ എംപിമാരെ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എംപിമാരെ പോലീസിനെ കൊണ്ട് മർദ്ദിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ജനങ്ങൾ സഹിക്കില്ല. കേരളത്തിൽ എന്ത് വില കൊടുത്തും ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത കേരളയിൽ കടക്കിണിയിൽപ്പെടുത്തുന്ന കേരളയിൽ സ്ഥാപിക്കുവാൻ അനുവദിക്കില്ല എന്ന് കേരളത്തിൽ ജനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാർ. ലൈഫ് പദ്ധതി എന്ന ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും നഗരസഭയും ഒക്കെ എപ്പോഴും പറയുന്നത്. ലൈഫ് പദ്ധതി എന്ന പേരല്ലാതെ ലൈഫ് പദ്ധതിയിൽ ഒരു വീടെങ്കിലും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ സാർ? ഇവിടെ മതിപ്പുറത്ത് രാജീവ് ആവാസ് യോജനയിൽ നിർമ്മിച്ച വീടുകൾ കൊടുത്തു. ഇപ്പോൾ അവസാനം 320 വീടുകൾ കൊടുത്തു. റോഡിലെല്ലാം ഫ്ലക്സ് വെച്ചു. എന്താണ്? രാജീവ് ആവാസ് യോജനയുടെ ഒരു വാചകം പോലും വയ്ക്കാതെ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ച് ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീടുകൾ വിതരണം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അതിൽ എണ്ണം കാണിക്കാൻ വേണ്ടി, അതിൽ ഊറ്റം കൊള്ളാൻ വേണ്ടി ഈ നഗരസഭ കാണിക്കുന്ന ഈ കോപ്രായങ്ങളുണ്ടല്ലോ, അത് ജനങ്ങൾ വിലയിരുത്തും. ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന കുറേ വീടുകളുണ്ടല്ലോ, നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ വീടുകളും സ്ഥലം കൊടുക്കുവാൻ വേണ്ടി ഒരുപാട് പദ്ധതിയുണ്ട്. ഇപ്രാവശ്യം ആ ലിസ്റ്റിൽ വന്ന പലരും അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് കൊടുത്തപ്പോൾ പറയുകയാണ് സമയം കഴിഞ്ഞു പോയെന്ന്. നിർദ്ദേശമാണ്, സമയം കഴിഞ്ഞു പോയി, അതൊക്കെ ലൈഫ് പദ്ധതിയിലേക്ക് എണ്ണം കൂട്ടാൻ വേണ്ടി കൊടുക്കാൻ പറഞ്ഞിരിക്കുക. PMAY പദ്ധതി എല്ലാ കൗൺസിലർമാരോടും പറഞ്ഞ് 20 പേരുടെ പേര് കൊടുക്കാൻ. അവസാനം എന്തായി? 20 പോയിട്ട് 10 പേർക്ക് പോലും പലയിടത്തും കിട്ടിയിട്ടില്ല. അതൊക്കെ വകമാറ്റി ലൈഫ് പദ്ധതിയുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന PMAY പദ്ധതിയെക്കുറിച്ച് പറഞ്ഞാൽ, PMAY പദ്ധതിയുടെ പഴയ പേര് നമുക്കറിയാം, ഇന്ദിര ആവാസ് യോജന. ഇന്ദിര ആവാസ് യോജന എന്ന പേരാണ് പലപ്പോഴായി പേര് മാറി ഈ പദ്ധതി ഇപ്പോൾ അവസാനം PMAY പദ്ധതി ഒക്കെ ആയത്. അതുകൊണ്ട് പേര് മാറ്റിയിട്ട് ഞങ്ങൾക്കൊന്നും വിരോധമില്ല. പക്ഷേ പേര് മാറ്റിയാലും ജനങ്ങൾക്ക് ലഭിക്കേണ്ടത് പാർപ്പിടമാണെങ്കിൽ പാർപ്പിടം കിട്ടണം, വസ്തുവാണെങ്കിൽ വസ്തു കിട്ടണം. ആ പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടത്. ആ പദ്ധതിയെ വകമാറ്റി തങ്ങൾക്ക് ഊറ്റം കൊള്ളാൻ വേണ്ടി ലൈഫ് പദ്ധതിയുടെ എണ്ണം കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി ചെയ്യുകയല്ല വേണ്ടത്. ഇവിടെ കൗൺസിലർമാർക്ക് കൊടുത്ത ലിസ്റ്റിൻ പ്രകാരമുള്ള വീടുകൾ എപ്പോൾ കിട്ടുമെന്ന് നാട്ടുകാർ മുഴുവൻ ചോദിച്ച് കൗൺസിലർമാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഒരു സ്ത്രീ, പാവം സ്ത്രീ, കുറേ ദിവസങ്ങൾ ഇവിടെ കയറി ഇറങ്ങുകയാണ്. ഇന്ന് രാവിലെയും വന്നു. അപ്പോൾ അത്തരത്തിൽ ലൈഫ് പദ്ധതി. അതുപോലെ നമ്മുടെ നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സാർ കുടിവെള്ള പ്രശ്നം. കുടിവെള്ള പ്രശ്നത്തിൽ നമ്മുടെ നഗരത്തിൽ മുല്ലൂർ കൗൺസിലർ ദിവസം ഇവിടെ പറയും. അടുത്തതായി ആ കൗൺസിലർ ഒരു ബില്ലിലാണ്. അപ്പോൾ ആ അത്തരത്തിൽ കുടിവെള്ള പദ്ധതി അരുവിക്കര മുതൽ പേരൂർക്കട വരെയുള്ള പഴയ പൈപ്പ് ലൈൻ മാറ്റി പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാൽ മാത്രമേ നിരന്തരമുള്ള പൈപ്പ് പൊട്ടൽ അവസാനിക്കുകയുള്ളൂ. ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുവാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് വികസനത്തിന്റെ പേരിൽ നടത്തുന്ന ഈ കരച്ചിൽ ഇവിടെ അവസാനിപ്പിക്കണം. ഇന്ന് കാണുന്ന ഈ വികസനം, കേരളത്തിന്റെ ഈ ബഡ്ജറ്റ് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. സാധാരണക്കാരനെ തൊട്ടുകൊണ്ട് പട്ടിണിക്കാരനെ, കിടപ്പാടമില്ലാത്തവനെ വീട് കൊടുക്കുന്ന ബഡ്ജറ്റാണ് ഇവിടെ ഉള്ളത്. ഈ ബഡ്ജറ്റ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഈ ബഡ്ജറ്റിൽ തൊടാത്ത എന്താണ് വിഷയമുണ്ടെന്ന് നിങ്ങൾ പരിശോധിക്കണം.
ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഡ്രെയിനേജ് സംവിധാനം. നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ വാർഡുകളിൽ ഡ്രെയിനേജിൻ്റെ സർവേ നടന്നുകൊണ്ടിരിക്കുന്നത് കൗൺസിലർമാർ അറിഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു. 100 വാർഡിലും ഡ്രെയിനേജ് കൊടുക്കുന്ന പദ്ധതി കഴിഞ്ഞ ഉൾപ്പെടെ ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയെ നിങ്ങൾ ജനങ്ങളെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്ക് വേണ്ടി നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകം ഇവിടെ അവസാനിപ്പിക്കണം. നിങ്ങൾ യഥാർത്ഥ ബഡ്ജറ്റിലേക്ക് നിങ്ങൾ കണ്ടു നോക്കണം. ഈ ബഡ്ജറ്റ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക്, വിദ്യാഭ്യാസമുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും തൊഴിൽ കൊടുക്കാനും ഉള്ള ഒരു ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മത്സ്യമേഖല നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മണ്ണെണ്ണയുടെയും വില കൂട്ടുമ്പോൾ മണ്ണെണ്ണ കൊണ്ട് നിത്യോപയോഗം പെരുമാറുന്ന മത്സ്യമേഖല, പട്ടിണിയിലായ ആ മത്സ്യമേഖലയെ പൊക്കിയെടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികളാണ് ഈ ബഡ്ജറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഒരു ഘട്ടത്തിൽ ഇവിടെ പറഞ്ഞല്ലോ, യുപിയിലും ബീഹാറിലുമെല്ലാം നേരെ ഇവിടെ വലിയ വിജയം കൊയ്തെന്ന് പറഞ്ഞല്ലോ. ബി.ജെ.പി ഭരിക്കുന്ന മറ്റേ യുപിയും ബീഹാറും പരിശോധിച്ച് നോക്കണം വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ നിൽക്കുന്നു. അവിടെ അടിമത്തത്തിന്റെ പേരിൽ അടിമകളായി പണി ചെയ്യുന്ന സംസ്ഥാനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളം നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ആ കേരളത്തിന്റെ തിരുവനന്തപുരം നഗരസഭയിൽ ഈ ബഡ്ജറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോടുള്ള മുന്നണി എന്നുള്ള നിലയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതും നടപ്പിലാക്കുന്ന കാര്യമേ പറയൂ എന്നുള്ളതുമാണ് ഈ ബഡ്ജറ്റിന്റെ പ്രധാന അജണ്ട. അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്, നിങ്ങളും ഞാനും നിൽക്കുന്നത്. ചില പദ്ധതികൾ ദീർഘകാലമായി നടത്തേണ്ടതായിട്ടുണ്ട്. ആ പദ്ധതികൾ വീണ്ടും നമ്മൾ ഇവിടെ അവതരിപ്പിക്കും, അത് നടപ്പിലാക്കും. ഈ തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന ഈ വികസന പ്രവർത്തനങ്ങളെ നിങ്ങൾ പത്രസമ്മേളനം വിളിച്ച് ഇവിടെ പറഞ്ഞു. ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം അംഗീകരിച്ച് നിങ്ങൾ തന്ന പദ്ധതിയാണ് ഇവിടെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. പത്രങ്ങളിൽ വന്നു. എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ ഒരു കഥയുണ്ടല്ലോ. രാവിലെ എഴുതിക്കുമ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞ് പറയും, എവിടെ എന്ത് സംഭവം നടന്നാലും അത് ഞാനാണ് ചെയ്തതെന്നുള്ള നിങ്ങൾ കുറേ ദിവസം കൊണ്ട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ബി.ജെ.പിക്കാർ കൊണ്ടുവന്ന് ബി.ജെ.പിക്കാർ പറയുന്നതെന്നാണ്. നിങ്ങളെ ആ ലിസ്റ്റ് ഞങ്ങൾ പരിശോധിച്ചു, നിങ്ങളെ കൂടെ ഇരുത്തിയാണ് പരിശോധിച്ചു. നിങ്ങൾ കൊടുത്ത മുഴുവൻ സാധനങ്ങളും ഞങ്ങൾ പ്രിന്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളിങ്ങനെ ഒരു പേപ്പറും കൊണ്ടുവരുന്നത് ഈ വികസനത്തിൽ ചേർക്കണമെന്ന്. പ്രിന്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങളെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത തിരുവനന്തപുരം നഗരസഭയുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ ജനകീയ പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റ് തിരുവനന്തപുരം നഗരത്തിൻ്റെ അനന്തപുരിയുടെ 10 ലക്ഷം വരുന്ന മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ബഹുമാനപ്പെട്ട മേയർ, ഡെപ്യൂട്ടി മേയർ, മറ്റ് സഭാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. കുറച്ചു മുമ്പേ ഇവിടെ സംസാരിച്ച കൗൺസിലറോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് നമ്മൾ ബഡ്ജറ്റാണോ ഇവിടെ അവതരിപ്പിക്കുന്നത്, രാഷ്ട്രീയ പ്രസംഗമാണോ എന്നുള്ളതാണ്. കാരണം 2022-23 ബഡ്ജറ്റിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ആദ്യമേ തന്നെ എതിർക്കുകയാണ്. ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ, നിസ്സാരമായ ഒരു കാര്യം മാത്രം, ഇപ്പോൾ നിങ്ങൾക്കത് സംസാരിക്കുമ്പോൾ തെരുവ് വിളക്ക് എന്നുള്ളത് വളരെ ചെറിയ ഒരു ടോപ്പിക്കായി തോന്നാം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന 100 കൗൺസിലർമാരും ഒരുപോലെ അനുഭവിക്കുന്ന വിഷയമാണ് തെരുവ് വിളക്കുകൾ കത്താത്തതിനെ സംബന്ധിച്ച്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ നടന്ന നാടകീയമായ മുഹൂർത്തങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട മേയറോട് എനിക്ക് ചോദിക്കാനുള്ളത്, 1.5 വർഷമായി തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ ഭരണസമിതി അധികാരമേറ്റിട്ട് നമുക്ക് എത്ര സ്ഥലങ്ങൾ നമുക്ക് സുന്ദരമാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇക്കഴിഞ്ഞ ഇതിന് മുന്നേ വന്ന ബഹുമാനപ്പെട്ട പ്രശാന്ത് MLA, ഇപ്പോൾ MLA ആയിട്ടുള്ള, കഴിഞ്ഞ പ്രാവശ്യം മേയറായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്, LED നഗരം, സുന്ദര നഗരം. ഇപ്പോൾ നഗരം സുന്ദരമല്ല, കാരണം LED ഇല്ല. അപ്പോൾ ഇതിനകത്ത് നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ വളരെ നിസ്സാരമായി കളയുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ, കുടിവെള്ളമായാലും ലൈറ്റുകളുടെ വിഷയമായാലും തെരുവ് നായ്ക്കളുടെ വിഷയമായാലും, നമ്മളിപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ കോടിക്കണക്കിന് രൂപയാണ് തെരുവ് വിളക്കിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ മാറ്റിവെച്ച തുകയ്ക്ക് എത്രമാത്രം നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചു? ഇവിടെ ഇരിക്കുന്ന എത്ര കൗൺസിലർമാർക്ക് ചങ്കൂറ്റത്തോടെ എണീറ്റ് നിന്ന് എൻ്റെ വാർഡിൽ തെരുവ് വിളക്കിൻ്റെ പ്രശ്നമില്ല എന്ന് പറയാൻ സാധിക്കും?
ഇത്തരത്തിലുള്ള ഇനിയെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള ഭരണസമിതി ഇനിയെങ്കിലും ഈ തുക മാറ്റിയിരുത്തൽ വെറും ഒരു പേപ്പറിൽ ഒതുങ്ങാതെ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഒരിക്കൽ കൂടി ഈ പൊള്ളയായ ബഡ്ജറ്റിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2 മിനിറ്റ് അധികമായുണ്ട് എന്നത് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അടുത്ത് സംസാരിക്കുന്ന ആൾക്ക് അത് ഉപയോഗപ്പെടുത്താം. ശ്രീ ജോൺസൺ ജോസഫ് 9 മിനിറ്റ്, അതിനുശേഷം ശ്രീ രമേശൻ 5 മിനിറ്റ്. പ്രിയമുള്ള മേയർ, പ്രിയമുള്ള കൗൺസിലർമാരെ, യഥാർത്ഥത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ 20, 22, 23 കരട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഡെപ്യൂട്ടി മേയർ അവതരിച്ച ഈ ബഡ്ജറ്റ് ഊതിപ്പെരുക്കിയ ബലൂണാണ്. നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുക? ഊതിപ്പെരുപ്പിച്ച ബലൂണിൽ എല്ലാം കൂടെ കാട്ടിക്കൂട്ടി വയ്ക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഡെപ്യൂട്ടി മേയർ ഇവിടെ അവതരിപ്പിച്ചത്. ഇതിൽ വല്ല ഉള്ളടക്കമുണ്ടോ, വികസനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. തിരുവനന്തപുരം നഗരസഭയിലെ 10 ലക്ഷം ജനങ്ങളുള്ള 100 വാർഡുകളിലുള്ള ഈ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു വികസനം നേതൃത്വം കൊടുക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ബഹുമാനപ്പെട്ട ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിയുടെ പരാജയമാണ് ഈ ബഡ്ജറ്റ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ഇല്ല. നേരത്തെ സുലോചനം പറഞ്ഞു, സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സുലോചന, ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ CPI-ക്കാരും CPM-കാരുമാണ് അവരെ കൂടെ പോയത്. കോൺഗ്രസ്സുകാർ പോയിട്ടില്ല. പോയത് ആരാ? കോൺഗ്രസ്സുകാരാണ്. നിങ്ങൾക്ക് നീതിയുക്തമായ നീതി ലഭിക്കാനും സ്വാതന്ത്ര്യം കാട്ടിത്തരാനും രംഗത്ത് വന്ന് നിങ്ങളെ നിഷേധിക്കരുത്. ഇവിടെ എന്ത് പറഞ്ഞിരുന്നാലും പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ അന്ന് വന്നപ്പോൾ കോൺഗ്രസ്സുകാരാണ് നിങ്ങളെ നിലനിർത്തിയത് നിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ കഴിഞ്ഞ കാലയളവിൽ വികസനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്ത് നഗരസഭ നിർത്തിയതാരാ? UDF കോൺഗ്രസ്. നിഷേധിക്കാൻ കഴിയില്ല മേയർക്ക്. മേയർ അന്ന് ഭരണരംഗത്തില്ല. ഇന്ന് മേയർക്ക് 4 സീറ്റാണ് ബഹുമാനപ്പെട്ട മേയർക്ക് ഇവിടെ കൂടുതലുള്ളത്. ആ 4 സീറ്റും വെച്ചുകൊണ്ട് UDF-നെ ഞങ്ങളെ ആക്രമിക്കേണ്ട, കോൺഗ്രസിനെ ആക്രമിക്കാൻ വേണ്ട നടക്കത്തില്ല. പ്രിയമുള്ളവരെ, തിരുവനന്തപുരം നഗരസഭയിൽ നിങ്ങൾക്കറിയാലോ, ആക്കുളം, വേളി, ശംഖുമോൻ ടൂറിസ്റ്റ് വില്ലേജുകളുണ്ടായിരുന്നു. അന്ന് ഇതെവിടെ? ഡെപ്യൂട്ടി മേയർ ഒന്നും തന്നെ അവതരിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ച കഴിഞ്ഞ കാലയളവിലുള്ള കുറേ കാര്യങ്ങളെടുത്ത് എങ്ങനെയെങ്കിലും ബഡ്ജറ്റ് അവതരിപ്പിക്കണമല്ലോ, അങ്ങനെയാണ് ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഈ നഗരസഭയ്ക്കെതിരായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ ബഹുമാനപ്പെട്ട കൗൺസിലർമാരെ? ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞെന്താ? നിങ്ങൾ ആദ്യം നഗരസഭയെ പോയി കാര്യങ്ങൾ ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള UPA സർക്കാർ കൊണ്ടുവന്ന കാര്യങ്ങൾ വച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ വികസനങ്ങൾ നടത്തി നിങ്ങളത് പെരുക്കി കാണിക്കുന്നത്. അത് ശരിയല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമല്ല, ഇവിടെ എന്ത് വികസനമാണ് നടന്നത്? 2 വർഷമായി ഏതെങ്കിലും ഒരു കൊച്ചു കാര്യം തലസ്ഥാന നഗരം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു? നമ്മുടെ സഹോദരിമാർ വിവിധ മേഖലയിൽ എത്തുമ്പോൾ അവർക്കൊരു ബാത്റൂം നിങ്ങൾ കെട്ടുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും കഴിഞ്ഞിട്ട് ഈ ബഡ്ജറ്റ് നിങ്ങൾ പരിശോധിക്കൂ. എന്താ ഓടുന്ന കുട്ടിയൊക്കെ പന്തം, ആനക്കൂട്ടം അല്ല വേറെ വല്ലതും ഉണ്ടോ? നിങ്ങളിവിടെ വികസനമല്ല ചെയ്യുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ബഹുമാനപ്പെട്ട മേയർ എന്താ പറഞ്ഞത്? 5000 പേർക്ക് ജോലി കൊടുക്കും. ശരിയാ, 5000 പേർക്ക് കൊടുത്ത ഞാൻ എണ്ണി പറയട്ടെ. ഇവിടെ കുടുംബശ്രീ ഉപയോഗിച്ചുകൊണ്ട് ചിത്ര മെഡിക്കൽ സെൻ്ററിലും അതുപോലെ തന്നെ RCC-ലും SIT-ലും ഡെൻ്റൽ കോളേജിലും ജോലി കൊടുത്തത് ആരാ? ഈ തിരുവനന്തപുരം നഗരസഭ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കുറേ ഡോക്ടർമാർ, നഴ്സുമാർ 1500 പേരെ ഇവിടെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഈ CPM-നെ ബന്ധുക്കൾക്ക് കൊടുത്തു. ഒരു കോൺഗ്രസ്സുകാരനും ഒരു BJP-ക്കാരനും കൊടുക്കാത്തത് ബഹുമാനപ്പെട്ട മേയറെ നിങ്ങളെടുത്തോ. 100 പാവപ്പെട്ട 100 കൗൺസിലർമാർ ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തന്നെ എന്തിനാ നിങ്ങൾ ആഹാരം വെച്ച് കഴിക്കുന്നത്? ഞങ്ങൾക്കൂടെ തരൂ എന്നാണ്. ഞങ്ങൾ ഇവിടെ വികസനം നടത്തുന്നു, നിങ്ങൾ ചെയ്തു. എല്ലാ കാര്യത്തിലും നിങ്ങൾ ചെയ്യേണ്ട എന്താ? നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ അനാവശ്യമായ വികസനങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ട് നടത്തുന്ന പരിപാടി ഞങ്ങൾ തള്ളിക്കളഞ്ഞൊന്നും മാത്രമല്ല, നടപ്പിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇവിടെ കേരളത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തലസ്ഥാനത്ത് കയറി നോക്കട്ടെ.
LDF-നെ LDF-നെ വെല്ലുവിളിക്കാണ്. കയറി നോക്ക്, നമുക്ക് അപ്പഴി കാണാം ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ. കേരള സംസ്ഥാനത്ത് ആളിക്കത്തുന്നു. എന്താണ് ആളിക്കത്തുന്നത്? പാവപ്പെട്ട ജനങ്ങളെ അവരെ യഥാർത്ഥ അനുവാദം ഇല്ലാതെ എല്ലായിടത്തും കയറി കല്ലിടുകയാണ്. ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കലും അതുപോലെ തന്നെ ഇതര മന്ത്രിമാരുടെ വീട്ടുപടിക്കലും കല്ലിട്ടത് നിങ്ങൾ കണ്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തോന്നിവാസം പോലെ കാട്ടുന്ന ഈ നഗരസഭയ്ക്കെതിരായി ആഞ്ഞടിക്കുവാൻ നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട കൗൺസിലർമാർ ഒരുമിച്ച് പല LDF-ന്റെ കൗൺസിലർമാരെ എന്നെ രാവിലെ വിളിച്ചിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് ശക്തമായി എതിർക്കണം, ശക്തമായി കൗൺസിലിൽ പറയണമെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. രാഗി കള്ളച്ചിരിയെന്നും തിരിച്ച് എൻ്റെ അടുത്ത് പറയണം. രാഗി രവികുമാറിന് കഴിഞ്ഞ കാലയളവിൽ രാഗി രവികുമാറിന് പല കാര്യം ഞാൻ താങ്ങിയിട്ടുണ്ട്. ഇത്തവണ താങ്ങാൻ പറ്റത്തില്ല. രാഗി താങ്ങി എല്ലാവരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഇപ്പം തന്നെ 2 കോടി രൂപ ബഹുമാനപ്പെട്ട മേയർ മണ്ഡലത്തിൽ മോള് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. വളരെ സന്തോഷം തന്നെ. പുതിയ വികസനം ആരംഭിക്കുന്നത് ബഡ്ജറ്റിലുണ്ട്. മേയർ നോക്കണ്ട. അത് PK രാജുവിൻ്റെ മണ്ഡലത്തിലും ഒരു പ്രോജക്റ്റ് വച്ചിട്ടുണ്ട്. മറ്റുള്ള വാർഡുകളിൽ പാവപ്പെട്ട കൗൺസിലർമാരെ വാർഡുകളിൽ ഒന്നും ചോദിച്ചില്ല. ഏതെങ്കിലും ഒരു കൗൺസിലർക്ക് നിങ്ങൾ ബഡ്ജറ്റിൽ എന്തെങ്കിലും വയ്ക്കണോ ചോദിച്ചിട്ടുണ്ട്? മരാമത്ത് പണിയുടെ കാര്യം ഒഴിച്ച് ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെതിരെ ആഞ്ഞടിക്കുവാനും ഈ ബഡ്ജറ്റ് തോന്നിവാസം കാട്ടുന്ന അഴിമതി നിറയുന്ന ഈ പരിപാടി അട്ടിമറിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അട്ടിമറിക്കുന്ന നിങ്ങളുടെ ഈ പ്രവണത പര്യവസാനിക്കണം. ഇതിനെതിരായും ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ തള്ളിക്കളയുന്നു മാത്രമല്ല, ദയവ് ചെയ്ത് LDF-കാരോടും മറ്റു BJP-ക്കാരോടും എല്ലാ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത് പരാജയപ്പെടുത്താം. ഇതിൽ വല്ല ഉള്ളടക്കമുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി. ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ മേയർ ഭവൻ എവിടെ? ജഗതിയിൽ ഞാൻ കൗൺസിലറായിരുന്നു. മേയർ ഭവൻ തറക്കല്ലിട്ട് അതെവിടെ? ഇപ്പോൾ നിങ്ങളെ കണ്ടുപിടിച്ച എവിടെ? കുന്നുകുഴിയിലൊരു മേയർ ഭവൻ തുടങ്ങും. അവിടെ പോയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ആട്ടിപ്പായിച്ചത് ഞങ്ങളെല്ലാം ആട്ടിപ്പാഞ്ഞ നിങ്ങൾ LDF-നെ ആട്ടിപ്പായി. ബഹുമാനപ്പെട്ട CPM-ന്റെ നേതാക്കന്മാർ സാഹചര്യം ആ കുന്നുകുഴിയിലുള്ള ഈ മേയർ ഭവൻ എന്താ ബഹുമാനപ്പെട്ട AKG സെന്റർ അവിടെ ഉണ്ട്. തൊട്ടടുത്ത് അടുത്ത സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി സ്ഥലം വാങ്ങിക്കാൻ പോകുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് വേണ്ട എന്നുള്ള ഇതുകൊണ്ടാണ് അവർ ഓടിച്ചത്. അതിനൊന്നും ബഹുമാനപ്പെട്ട മേയർക്കും ഇതിൻ്റെ CPM-ന്റെ നേതാക്കന്മാർക്കും ഒരു കാര്യം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നഗരസഭയിലുള്ള വികസനങ്ങൾ എണ്ണി പറയൂ. നഗരസഭയിലുള്ള വികസനങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകും. UPA സർക്കാർ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട K. കരുണാകരൻ്റെ നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിൻ്റെ നേതൃത്വത്തിലും കൊണ്ടുവന്നിട്ടുള്ള വികസനമാണ് പ്രിയമുള്ളവരെ ഇവിടെ നടന്നു വന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നപ്പോൾ ജനസമ്പർക്ക പരിപാടി എത്ര പാവപ്പെട്ട ആളുകൾക്കാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സഹായത്തിനും വേണ്ടി അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും വേണ്ടി ആത്മാർത്ഥമായി കൊടുക്കുകയും തിരുവനന്തപുരം നഗരസഭ അന്ന് ചന്ദ്രയെ ഞാനും എല്ലാം കൂടെ ചന്ദ്രയെ ഞാനും പത്മമാർക്ക് ഉണ്ടായിരുന്നപ്പോൾ കേര മേടിച്ചു ഫണ്ട് തരൂ ഫണ്ട് വാങ്ങി ഇവിടെ നന്നായി കൊണ്ടുപോകുന്ന കാലഘട്ടം നിങ്ങൾ മറക്കരുത്. LDF കൊണ്ടുവന്ന പൈസയല്ല, ഇതെല്ലാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെച്ചോട്ടിരുന്ന കാലയളവിൽ കൊണ്ടുവന്നത്. വേറെ എത്ര ബെല്ലടിച്ചാലും ഡൽഹി ഇത് ഞങ്ങളുടെ കാര്യങ്ങൾ തലസ്ഥാനം നേരെ കിടങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇത് പരാജയപ്പെട്ടിരിക്കുന്നു. ശക്തമായി ഞങ്ങൾ ഇത് വലിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ പരാജയപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി എല്ലാ ബഹുമാനപ്പെട്ട കൗൺസിലർമാർ അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നടത്തും. ബഹുമാനപ്പെട്ട നമ്മുടെ മേയർ, അതുപോലെ തന്നെ നമ്മുടെ 2022-23 ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ, സഭാംഗങ്ങളെ, മറ്റ് ചെയർമാന്മാരെ, എല്ലാവർക്കും നമസ്കാരം. 2022-23 കാലഘട്ടത്തിലെ ബഡ്ജറ്റാണ് കഴിഞ്ഞ 23-ാം തീയതി അവതരിപ്പിച്ചത്. ആമുഖമായി തന്നെ ഞാൻ പറയട്ടെ, ആ ബഡ്ജറ്റിനെ ഭാരതീയ ജനതാ പാർട്ടി പരിപൂർണമായും നിരസിക്കുകയാണ് എന്ന്, അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയാണ് എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ DRNൽ
ഒരു 5 മിനിറ്റ് സമയം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമലേശ്വരം കൗൺസിലറും സംസാരിച്ചു. രാഷ്ട്രീയമാണ് പറഞ്ഞത്. കേരള സംസ്ഥാനത്ത് അമ്പലത്തറ കൗൺസിലർ തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ് പറഞ്ഞത്. ഇവിടെ കേരള സംസ്ഥാനം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തിന് മാതൃകയായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പദം ഉപയോഗിക്കുമ്പോൾ പ്രിയപ്പെട്ട സുലോചനും അതുപോലെ തന്നെ DR അനിലും ഒരു കാര്യം മനസ്സിലാക്കണം. 1957 ഏലംകുളത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായി അധികാരത്തിലേറ്റപ്പോൾ അന്ന് തൊട്ട് 60 വർഷം പിന്നിടുന്നു. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെയും അധികാരത്തിൽ നിന്നും പുറത്തു പോകുന്നത് വരെയും 60 വർഷം കൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ പൊതുക്കടമെന്ന് പറയുന്നത് 1,57,000 രൂപ ആയിരുന്നു എങ്കിൽ പിണറായി സർക്കാർ 2016 അധികാരത്തിൽ വന്ന് 6 വർഷം തികയുമ്പോൾ നമ്മുടെ പൊതുക്കടം നമ്മളൊന്ന് നോക്കണം, 3,4 ലക്ഷം കോടി രൂപയാണ്. 3,4 ലക്ഷം കോടി രൂപയിലേക്ക് കേരളത്തെ തള്ളിവിട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം പരാജയമല്ലേ? സമ്മതിക്കേണ്ടതല്ലേ? ഇന്ന് രാവിലെ മാതൃഭൂമി പത്രത്തിലും അതുപോലെ തന്നെ മലയാള മനോരമ പത്രത്തിലും 5,000 കോടി രൂപ കൂടെ കടമെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഈ മാസം തന്നെ 7,000 രൂപ കടമെടുത്തുകൊണ്ടാണ് ഈ ചക്രം ഉരുണ്ടുപോകുന്നത് എന്നുള്ള സത്യം കൂടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ കീഴിൽ കഴിഞ്ഞ 6 വർഷം കൊണ്ട് 3,32,000 കോടി രൂപയുടെ കടക്കെടിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ഓരോ വ്യക്തിക്കും 95,000 രൂപയാണ് ആളോഹരി കടം. നമ്മള് ബയോമിത്രമില്ല, അത് മുടങ്ങിയിട്ട് മാസങ്ങളായി. അതുപോലെ തന്നെ ലീവ് സിലിണ്ടർ മരവിപ്പിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിയില്ല, കുട്ടികൾക്ക് പാലില്ല, അതുപോലെ തന്നെ KSRTക്ക് ശമ്പളമില്ല, പെൻഷനില്ല. ഇങ്ങനെ 100,000 കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ കേരള സംസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നേർക്കാഴ്ച കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ ബഡ്ജറ്റിലേക്ക് വരാം. ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ പ്രതിപാദിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട മേയറുടെ ആമുഖ പ്രസംഗം, ഡെപ്യൂട്ടി മേയറുടെ ബഡ്ജറ്റ് അവതരണ പ്രസംഗവും പണ്ടുള്ളവർ പറയും തന്നെ പുകഴ്ത്തി പൊങ്ങച്ചാര് എന്ന് പറയുന്നത് പോലെ ഒരു പഴഞ്ചൊല്ലുണ്ട്. നമ്മളെ സ്വന്തം അങ്ങ് പുകഴ്ത്തുന്ന രീതിയിലുള്ള ഒരു ആമുഖ പ്രസംഗവും അതുപോലെ തന്നെ നമ്മുടെ ഡെപ്യൂട്ടി മേയറിന്റെ അവതരണ പ്രസംഗത്തിലും ഒക്കെ കണ്ടിട്ടുള്ളത്. ഇത് ശരിയാണോ? മേയറുടെ ആമുഖ പ്രസംഗത്തിൽ ആദ്യത്തെ പാരഗ്രാഫിൽ ലോകം വിറങ്ങലടിച്ചു നിൽക്കുന്ന കോവിഡ് 1ഉം 2ഉം തരംഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഫലപ്രദമായി ഇടപെടലിന്റെ സഹായത്താൽ മറികടക്കാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ 3ാം തരംഗമായി വന്ന ഒമിക്രോൺ ബാധത്തെയും നമ്മൾ അതിജീവിച്ചു എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ഒരു വരി, കോവിഡ് വന്നു, 1ാം തരംഗം കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഏകദേശം 1ഉം 2ഉം ഡോസും കൂടി 3 കോടിയിലധികം കോവിഡ് വാക്സിൻ സൗജന്യമായി കൊടുത്ത നരേന്ദ്രമോദിയെ ഒന്ന് അഭിനന്ദിച്ചില്ല. ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ട് അതിന് നിങ്ങൾ തയ്യാറായില്ല? അതുപോലെ തന്നെ 2ാമത്തെ പാരഗ്രാഫില് ഞങ്ങളും സംസ്ഥാന സർക്കാരും, അവിടെയും ഒന്ന് പറഞ്ഞുകൂടെ? കേന്ദ്ര ഗവൺമെന്റിന്റെയും എന്നുകൂടെ എന്ന് പറഞ്ഞാൽ അത് എഴുതി ചേർത്താൽ എന്താ പ്രശ്നം? അത് ഇല്ലാത്ത കാര്യമാണോ? ഉള്ള കാര്യമല്ലേ? അത് സൂചിപ്പിക്കേണ്ട ആവശ്യകതയില്ലേ? തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ 17ാമത്തെ പേജ് എടുക്കാം. 17ാമത്തെ പേജ്
17ാമത്തെ പേജിലെ തിരുവനന്തപുരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ടെക്നോളജി സർവകലാശാല, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, കെ ഫോൺ, നമ്മൾ കൊക്കോണിക്സ് എന്ന് പറയുന്ന ഒരു സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലാപ്ടോപ്പ് സംസ്ഥാന ഗവൺമെൻറ് ഉൽപ്പാദിച്ചു തുടങ്ങി. അഭിനന്ദനമുള്ള കാര്യമാണ്. പക്ഷേ ട്രാക്ടറും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും വന്നപ്പോൾ ഗോ ബാക്ക് വിളിച്ച ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ CPM, അതുപോലെ തന്നെ ഈ നമ്മുടെ ലാപ്ടോപ്പ് നിർമ്മിക്കുവാൻ വേണ്ടി തീരുമാനിച്ചതിൽ സ്വാഗതം ചെയ്ത് തെറ്റെപ്പോഴും നിങ്ങൾ തിരുത്തുന്നവരാണ്. ഇന്ന് ചെയ്യുന്ന തെറ്റുകൾ നാളെ തിരുത്തി പറയുന്നത് കൊണ്ട് അത് സർവ്വസാധാരണമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അതേ പാരഗ്രാഫിൽ പറയുന്നു, ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂസ് ചേഞ്ചിങ് സ്റ്റേഷനായി വിഴിഞ്ഞത്തെ മാറ്റിയെടുക്കുവാൻ സംസ്ഥാനത്ത് കഴിഞ്ഞതും പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഈ വിഴിഞ്ഞം തുറമുഖം ഈ കേരള സംസ്ഥാനത്ത് കൊണ്ടുവരുവാൻ വേണ്ടി അതിന് അഹോരാത്രം പ്രയത്നിച്ച നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു വരി അവിടെയെങ്കിലും എഴുതി ചേർക്കേണ്ട മാന്യത കാണിക്കണ്ടേ? എന്തേ കാണിച്ചില്ല? അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നു, അടുത്ത 17ാമത്തെ പേജിലെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ ഈ ബാലരാമപുരം കളിയിക്കാവിള റോഡ് വികസനത്തെ സംബന്ധിച്ചു. ബാലരാമപുരം കളിയിക്കാവിള റോഡല്ല, കരമന കളിയിക്കാവൽ റോഡെന്നാണ് അതിൽ നാമകരണം ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ ബാലരാമപുരം മുതൽ അതുപോലെ തന്നെ കളിയിക്കാവര വരെയുള്ള ദൂരമാണ് ഇനി വികസിപ്പിക്കേണ്ടത്. പ്രിയമുള്ള നമ്മുടെ മേയർ ഒരു കാര്യം മനസ്സിലാക്കണം, 1998 ഈ വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. 24 വർഷമായി. കഴിഞ്ഞ 6 വർഷം കൊണ്ട് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചപ്പോൾ കേവലം 6 കിലോമീറ്റർ മാത്രമാണ് വികസിപ്പിക്കുവാൻ കഴിഞ്ഞത്. ഇനി വികസിപ്പിക്കേണ്ടത് ഏകദേശം 5 കിലോമീറ്ററോളം ദൂരം ഉണ്ട്. 5 കിലോമീറ്റർ UDF സർക്കാരിന്റെ കാലത്ത് വികസിപ്പിച്ചു എങ്കിൽ 6 വർഷം കൊണ്ട് ഒച്ചിന്റെ വേഗതയിലാണ് ഈ വികസന പ്രവർത്തനം നടത്തുന്നത്. ഇതിനാരാണ് ഉത്തരവാദി? കരമന കളിയിക്കാവിള റോഡ് വികസനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ നമ്മുടെ ഒരു ബഡ്ജറ്റിന്റെ അവതരണത്തിൽ അതിന്റെ ബാലപാഠം പോലും പാലിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ബഡ്ജറ്റിലേക്ക് കടക്കുകയാണ്. കണക്കുകളുടെ വൈരുദ്ധ്യം അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊള്ളാം. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിച്ചപ്പോൾ ആദ്യമായി സഭയുടെ മുന്നിൽ വെക്കേണ്ടത് മേജർ ഹെഡ് ബൈസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ട് അത് അവിടെ രേഖപ്പെടുത്തിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം തരണം. ഗുരുതരപരമായ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ അത് കാണിച്ചിട്ടില്ല. ഇത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തം ഡെപ്യൂട്ടി മേയർക്കുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷം ക്ലോസിംഗ് ബാലൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുമ്പ് 11 കോടി രൂപ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി മാറ്റിവച്ചിരുന്നു. 60 കോടി രൂപയുടെ നഗരസഭയുടെ വികസനത്തിനാക്കി മാറ്റിവച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ബഡ്ജറ്റിൽ പുസ്തകത്തിൽ പേജ് നമ്പർ 53 പരിശോധിക്കാം. കഴിഞ്ഞ വർഷത്തെ 2021-22 പുസ്തകത്തിന്റെ 53ാമത്തെ പേജ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ വർഷം 2 ഇനത്തിലും 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല എന്നുള്ള സത്യം നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ നഗരസഭയുടെ ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനം വേണ്ട എന്നതാണ് എങ്കിൽ ഡെപ്യൂട്ടി മേയർ അത് തുറന്നൊന്ന് പറയണം. അല്ലെങ്കിൽ നഗരസഭയുടെ വികസന ഫണ്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതും ഒന്ന് തുറന്നു പറയണം. എനിക്ക് മനസ്സിലാകുന്നില്ല. ഡെപ്യൂട്ടി മേയർ ഇതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 117 പദ്ധതികൾ
കർമ്മ പരിപാടികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വിരലിൽ എണ്ണാവുന്ന പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കിയത് എന്ന് എനിക്ക് 11/2/2012 വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച് 40 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വിവരാവകാശ രേഖകളാണിത്. ആ രേഖയിൽ തീർച്ചയായിട്ടും 27 പ്രോജക്റ്റുകൾ മാത്രമാണ് നടന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും കള്ളമുണ്ട് എങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ 181 പ്രോജക്റ്റുകൾ പറയുന്നുണ്ട്. ഈ 181 പ്രോജക്റ്റുകളും തീർച്ചയായിട്ടും പൊള്ളയാണ്, യാതൊരു കാരണവശാലും നടക്കാത്തതാണ് എന്ന് സ്വയം ബോധ്യപ്പെടുന്നു എന്നതാണ് ഈ വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അണിചേരാ അഴകാർന്നൊരു അനന്തപുരിക്ക് സുന്ദര നഗരം എന്നൊക്കെ പറഞ്ഞു. 10 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ നിർത്തുന്നു. ശ്രീമതി മേരി പുഷ്പം ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഭാരതീയ ജനതാ പാർട്ടി തള്ളിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. LDF ആയാലും BJP ആയാലും ശക്തമായിട്ട് രാഷ്ട്രീയം പറയുമ്പോൾ അവരവര് ഇപ്പോൾ ചെയ്തതും നേരത്തെ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ അഭിമാന നേട്ടത്തോടു കൂടി പറയുമ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും നിങ്ങളായിരിക്കാം. പക്ഷേ മുത്തശ്ശൻ എന്ന് പറയുന്നത് UDFൻ്റെ അധികാരികൾ തന്നെയാണ്. അധികാരത്തിലിരുന്നപ്പോൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, എല്ലാ അഭിമാനകരമായ നേട്ടങ്ങളും തുടങ്ങി വെച്ചത് എന്ന് ഞാൻ പറയുന്നു. ഇന്നലെ ലോക ക്ഷയരോഗ ദിനം നമ്മൾ ആചരിച്ചു. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് പറഞ്ഞയച്ച ക്ഷയം, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾ വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആരംഭം തുടങ്ങിക്കഴിഞ്ഞു. കുഷ്ഠത്തിന് ആരംഭം വെച്ച് കഴിഞ്ഞു. കേരളത്തിൽ തന്നെ കുഷ്ഠം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഇന്നലെ ലോക ക്ഷയരോഗ ദിനം നമ്മൾ ആചരിച്ചപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും ഇത് ഏറ്റവും പാവപ്പെട്ടവന് മാത്രം വരുന്ന അസുഖമാണെന്ന്. സാർ, ഇന്ന് പാവപ്പെട്ടവനാണ് വരുന്നതെങ്കിൽ നാളെ അത് MLA ആയാലും MP ആയാലും ഏത് പണക്കാരനായാലും ഏത് രാഷ്ട്രീയക്കാരായാലും എല്ലാവർക്കും വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ക്ഷയരോഗം വരാം. നമ്മൾ താഴെത്തട്ടിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് കൗൺസിലർമാർ. തീർച്ചയായിട്ടും 2 വർഷ കാലയളവിൽ ഒരാൾക്ക് ക്ഷയം ഉണ്ടെങ്കിൽ ആ 2 വർഷ കാലയളവെങ്കിലും 6 മാസം മുതൽ ചികിത്സ തുടങ്ങിയാൽ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുന്ന അസുഖമാണ്. പക്ഷേ ഇന്നിത് പുറത്തു പറയാൻ പലരും ഈ അസുഖത്തെക്കുറിച്ച് മടിക്കുന്നുണ്ട്. ഈ അസുഖം പുറത്തു പറയാത്തത് മൂലം നമുക്ക് കണ്ടുപിടിക്കാനും കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ബഡ്ജറ്റിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഉൾപ്പെടുത്തുകയും ആ ഫണ്ട് വഴി എല്ലാ വാർഡുകളിലും 100 വാർഡിലും ക്ഷയരോഗ നിർമ്മാർജ്ജനം, നമ്മുടെ പടിക്ക് പുറത്ത് ക്ഷയം നമ്മൾ നിർത്തും എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി എടുക്കുകയും ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് നമ്മളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു പങ്ക് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് ഓടി ജനറൽ ഹോസ്പിറ്റൽ അങ്ങനെ സാധാരണ ആശുപത്രിയിൽ പോകും, ഒരു ടെസ്റ്റ് നടക്കുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് ബോധ്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ഫണ്ടിൽ ഉൾപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, സാർ, ഞങ്ങൾ തീരപ്രദേശത്ത്, എൻ്റെ അമ്മയൊക്കെ തീരപ്രദേശത്തുള്ളതാണ്, പക്ക അഞ്ചുതെങ്ങുകാരിയാണ്. ഞങ്ങളെ എന്ന് പറഞ്ഞ് കൂടുതൽ അങ്ങ് നിങ്ങളാരും തള്ളിക്കളയരുത് സാർ. പല കാര്യങ്ങളും പറയുമ്പോഴും തീരപ്രദേശത്തുള്ള ജനതകളെ പാടെ അവഗണിച്ച കാര്യമാണ് നിങ്ങൾ ചെയ്തു വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഓട്ടോറിക്ഷയും ഐസ് ബോക്സും പറഞ്ഞു, 2 വീലറും ഐസ് ബോക്സും പറഞ്ഞു, സ്ത്രീകൾക്ക് ഐസ് ബോക്സ് മാത്രം പറഞ്ഞു. അവസാനം ചെന്നപ്പോൾ എന്തുവാണ്, 3 പേർക്ക് ഒരു ഓട്ടോറിക്ഷ. എവിടെ പോയി സാർ ഓട്ടോറിക്ഷ? ഇന്ന് കോവിഡ് കാലത്ത് അവർക്ക് സ്വയം ജോലി ചെയ്ത് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇത്തരത്തിൽ ഒരു ബഡ്ജറ്റ് കൊണ്ടുവന്ന് പറ്റിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ദിരാ ഗാർഡൻസ് പോലുള്ള ഫ്ലാറ്റുകളിൽ അവർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഇല്ല സാർ. 3 മാസത്തിലൊരിക്കൽ ഓരോ കുടുംബത്തിൽ നിന്ന് 3000 രൂപ എടുത്ത് സെപ്റ്റേജ് ടാങ്ക് വൃത്തിയാക്കേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാലിന്യ സംസ്കരണം എന്ന് പറയുകയും മാലിന്യം സംസ്കരിക്കേണ്ട രീതിയിൽ സംസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിനും ഇന്നത്തെ ഈ അറുതിയിൽ, ഇന്ന് നമ്മൾ ഈ തൊട്ടടുത്ത് പാളയം മാർക്കറ്റിൽ നിങ്ങൾ പോയി വൈകുന്നേരം നോക്കിയാൽ മതി, ഇപ്പോഴും പോയി നോക്കിയാലും മതി, വെയിൽ കൊണ്ടിരിക്കുകയാണ്. മീൻ വാങ്ങാൻ ആളില്ല, ഇവരവിടെ നിന്ന് 3000 ഉണ്ടാക്കും. അപ്പോൾ അത്തരത്തിൽ കഷ്ടപ്പെടുന്ന എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമായിട്ട് നിങ്ങളതിൽ സൗജന്യമായിട്ട് സെപ്റ്റേജ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനും പുതിയതായിട്ട് അവിടെയൊക്കെ എവിടെയൊക്കെ ഫ്ലാറ്റുകളുണ്ടോ
തീരദേശ പ്രദേശങ്ങളിൽ എവിടെയൊക്കെയാണോ ആൾക്കാർ താമസിക്കുന്നത് അവിടെയൊക്കെ സെപ്റ്റേജ് ടാങ്ക് നിർമ്മാണത്തിനുള്ള വഴിയൊരുക്കി കൊടുക്കണം. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ് വനിതകൾക്ക് ജിമ്മ്. അത് വേണം സാർ. ഇന്നത്തെ കാലത്തിനനുസരിച്ച് ജിമ്മ് കൂടിയേ പറ്റൂ. കാരണം 9/3/2022 തിരുവനന്തപുരം നഗരസഭ സമാധാനത്തിൻ്റെ നഗരമായി രൂപപ്പെടുത്താം എന്നാണ് പറഞ്ഞത്. ഒരു വർഷത്തേക്ക് ഐക്യരാഷ്ട്രസഭ പറയും നമ്മൾ സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞ് താഴെ കിടന്ന് പട്ടികൾ കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് പറയുകയും എന്നാൽ ആ പറഞ്ഞ് ചൂടാറുന്നതിന് മുമ്പേ തൊട്ടടുത്തുള്ള ലോ കോളേജിൽ യൂണിയൻ ഉദ്ഘാടനത്തിന് എന്താണ് നടന്നത്? സഫ്ന എന്ന പെൺകുട്ടിയെ വലിച്ചെടുത്തില്ലേ? സർ, ഡെപ്യൂട്ടി മേയറിന്റെ വാർഡിൽ തന്നെയാണ് ആദർശ് നഗറിൽ. അവിടെ വീടെടുത്ത് താമസിക്കുന്ന കുട്ടികളെ വീട്ടിൽ കയറി അടിച്ചു. അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഈ ഫിറ്റ്നസ് ആവശ്യമാണ്. കാരണം അടിക്കാൻ വരുന്നവന്റെ നാഭിക്ക് നോക്കി ചവിട്ടുന്നതിന്, ആ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, എല്ലാ മാതാപിതാക്കളും തയ്യാറാവണം സാർ. ഇനിയും എനിക്ക് വേറൊരെണ്ണം കൂടെ പറയാനുള്ളത്, നമ്മുടെ അറിവുശാല, കുന്നുകുഴിയിലുള്ള അറിവുശാലയുണ്ട്. ഈ അറിവുശാലയിൽ നമ്മുടെ കുറേ പുരാവസ്തുക്കൾ സ്റ്റോറേജൊക്കെ അവിടെ ഉണ്ട്. ഈ അറിവുശാലയുടെ സ്ഥലത്ത് അതുകൂടെ നമ്മളിപ്പോൾ അറിവുശാലയ്ക്ക് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബശ്രീയിലെ 10-25 സ്ത്രീകൾക്ക് ജോലി കിട്ടത്തക്ക വിധത്തിൽ വിഴിഞ്ഞം അഞ്ചുതെങ്ങ് പോലുള്ള സ്ഥലത്ത് പോയി മീൻ എടുത്തു കൊണ്ടുവന്ന് ഡ്രയറിലിട്ട് ഉണക്കി വിൽക്കുന്നതിനുള്ള ഒരു സംരംഭം തുടങ്ങിയാൽ 10-25 കുടുംബങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും. അത് നിങ്ങൾ കുടുംബശ്രീ ഏൽപ്പിക്കുക, CDSനെ ഏൽപ്പിക്കുക, ആരും വേണേൽ ഏൽപ്പിച്ചു. പക്ഷേ അവരത് കൊണ്ടുവരികയും അത്രയും കുടുംബങ്ങളെ രക്ഷിക്കാനുള്ള ഒരു കാര്യം ചെയ്യുകയും ചെയ്യണമെന്ന് കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുറച്ച് എനിക്ക് തരണം. അതാരായാലും ശരി, ആരായാലും ശരി, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് എന്നെ തടസ്സപ്പെടുത്തിയാൽ ആ പറയുന്ന ആളിൻ്റെ സമയം കുറച്ച് എനിക്ക് തരണം. അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കണം. ആര് മിണ്ടരുത്. ഒരാളിന് സംസാരിക്കാനുള്ള അവകാശം. ഇടയ്ക്ക് കയറി മിണ്ടരുത്. മറ്റുള്ളവർ ദയവ് ചെയ്ത് നിശബ്ദത പാലിക്കുക. സാർ, ഇവിടെ സിൽവർ ലൈനിന്റെ കാര്യം പറഞ്ഞു. ശ്രീ VG ഗിരികുമാർ. തുടരാം. ശ്രീ മേടയിൽ വിക്രമന് തുടരാം. മറ്റുള്ളവർ നിശബ്ദത പാലിക്കുക. ശ്രീ മേടയിൽ വിക്രമന് തുടരാം. സാർ, ഇവിടെ സിൽവർ ലൈനിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ജോൺസൺ ജോസഫ് അണ്ണനും അശോക് കുമാർ സാറും ഒക്കെ സിൽവർ ലൈനിന്റെ കുറ്റി പുഴുത് തോട്ടിലെറിയാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങൾ വരട്ടെ, ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. ഈ രണ്ടുപേരും മുതിർന്ന ആളുകളായതുകൊണ്ടാണ് ഞാൻ അവരെ പേര് സൂചിപ്പിച്ചത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മക്കളുടെ ഭാവി, അവരെ ഭാവി കൂമ്പടയ്ക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളെ തകർക്കുന്ന, ഈ നാട്ടിന്റെ വികസനത്തെ തകർക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ആസൂത്രണം ചെയ്ത്. ഇവിടെ ഒന്നും വികസനങ്ങൾ നടന്നിട്ടില്ല രാജ്യത്ത്. 57-ന് ശേഷം 47-ന് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ രാജ്യത്ത് വികസനം നടന്നിട്ടില്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ മൻമോഹൻ സിംഗിന്റെ കാലം വരെയുള്ള ഈ രാജ്യത്ത് വികസന പ്രവർത്തനം നടത്തിയിട്ടില്ലേ? വസ്തു പൊന്നുമലയ്ക്ക് എടുത്തിട്ടില്ലേ? വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലേ? BJPക്ക് ബാധ്യതയുള്ള കാര്യം എന്താണ്? അവരൊന്നും ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം വിൽക്കുകയാണ് ചെയ്തത്. അവർക്ക് യാതൊന്നും അവർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സാർ, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വലിയ വേഗതയിൽ പോകുന്ന NH ബൈപ്പാസ് ഉണ്ടല്ലോ, എൻ്റെ കുടുംബം കൂടെ കൊടുത്തിട്ടാണ്. എനിക്ക് 10-12 വയസ്സുള്ള സമയത്താണ്. അതുപോലെയുള്ള എത്ര പേര് നിങ്ങളിപ്പം വിശാലമായി പോകുന്നുണ്ടല്ലോ എല്ലാവരും. മാത്രമല്ല, ടെക്നോ പാർക്കിന്റെ വികസനത്തിന് കൊടുത്തതാണ് ഞങ്ങളുടെ നാട്ടിൽ. എന്നിരിക്കുന്ന ഇൻഫോസിസും USTയും എല്ലാം എൻ്റെ ബന്ധുക്കൾ കുടിമാറി കൊടുത്തതാണ്. അവിടെയാണ് നിങ്ങളുടെ മക്കളൊക്കെ അവിടെ ജോലിക്ക് പോകുന്നുണ്ടാവും. മാത്രമല്ല, VSSC ഉണ്ടല്ലോ, ഈ VSSC രാജ്യത്തിന്റെ കണ്ണായ സ്ഥാപനം. ആ VSSC അവിടെ വരുന്നതിന് വേണ്ടി എൻ്റെ വാർഡിലടക്കമുള്ള വേളിയിലും പള്ളിത്തറയിലുമുള്ള പൊതുജനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ മാറിക്കൊടുത്തിട്ടാണ് VSSC അവിടെ വന്നത്. അവിടെയാണ് ഇപ്പോൾ ആയിരക്കണക്കിന് നിങ്ങളെ വീട്ടിൽ നടക്കമുള്ള ആളുകൾ പോയി പണിയെടുക്കുന്നത്. അപ്പം വികസനം അല്ല ഇവിടുത്തെ പ്രശ്നം, രാഷ്ട്രീയമാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ പദ്ധതിയിൽ എല്ലാവർക്കും വീട് വെക്കുന്നതിന് ഒരു 120 കോടി രൂപ വളരെയധികം പ്രയോജനവും അത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സൂചിപ്പിക്കുക. അപ്പം ഞാനിവിടെ പറയുന്നത്, ആദ്യമായിട്ട് ഈ ബുക്ക്, ഈ ബഡ്ജറ്റ് ബുക്ക്
ഒന്ന് മേയർ ഉൾപ്പെടെ എല്ലാവരും എടുത്ത് വെച്ച് നോക്കാൻ നന്നായിരിക്കും. എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ജനങ്ങളുടെ കൊങ്ങയ്ക്ക് പിടിച്ച് അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം ആ പടത്തിൽ ആ പാവപ്പെട്ട ഒരു വനിതയുടെ കഴുത്തിൻ്റെ ഈ ഭാഗം നിങ്ങൾ നോക്കുക, ഇടത് കൈ കൊണ്ട് ഞെക്കിപ്പിടിച്ചിരിക്കുക. ഇടത് കൈ കൊണ്ട് ഞെക്കിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് കാണിച്ചത്. സൂക്ഷിച്ച് നോക്കണം. ഞാൻ വലിയ ചിത്രകാരനൊന്നുമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ബഡ്ജറ്റിനെ ഞാൻ പൂർണ്ണമായും തള്ളുകയാണ്. അതോടൊപ്പം നമ്മുടെ സുലോചനൻ, അദ്ദേഹത്തിനും ഒരു അഭിനന്ദനമുണ്ട്, മറ്റൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് ഇത് ചരിത്രം രചിക്കുന്ന ബഡ്ജറ്റാണ്. ശരിയാണ്, ചരിത്രം രചിച്ച ബഡ്ജറ്റ് തന്നെയാണിത്. കാരണം നഗരസഭയുടെ ചരിത്രത്തിൽ 9 തവണ ഫൈനാൻസ് കമ്മിറ്റി കൂടി വിവിധ കടമ്പകൾ കടന്ന് ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ചരിത്രം രചിച്ചത് തന്നെയാണ്. അത് സംഭവിച്ചത് അദ്ദേഹത്തിന് എൻ്റെ അഭിനന്ദനം. മറ്റൊന്ന്, നമ്മുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയറിന് ഒരു ചെറിയൊരു അഭിനന്ദനം. മുൻ ഡെപ്യൂട്ടി മേയർ കവിതകളുടെ ഒരു കുമ്പാരം നമ്മുടെ ബഡ്ജറ്റിൽ കാണാമായിരുന്നു. പി കെ രാജു സാറ് ONV ഗ്രൂപ്പിൻ്റെ ഒരു കവിതയിൽ അവസാനിപ്പിച്ചു. അത് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ ഇവിടെ നരേന്ദ്രമോദിജിയെ അഭിനന്ദനം അറിയിക്കണമെന്ന് ഈ ബഡ്ജറ്റ് സൂചിപ്പിച്ചിട്ടാണ് നമ്മുടെ വിവിധ അംഗങ്ങൾ, നമ്മുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. ഇന്നത്തെ പത്രം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ പത്രം എന്താ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കണ്ടത്? നരേന്ദ്രമോദിജിയുടെ മുമ്പേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇരിക്കുന്ന ആ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അദ്ദേഹം ദയവേത് ഈ ബഡ്ജറ്റ് അദ്ദേഹത്തെ നിങ്ങൾ കാണിക്കരുത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സാറിനെ ഈ ബഡ്ജറ്റ് നിങ്ങൾ കാണിക്കരുത്. എന്തുകൊണ്ടെന്ന് പറയാം, അദ്ദേഹം ആദ്യം എടുത്ത് വെച്ച് ആമുഖ പ്രസംഗത്തിൽ ചോദിക്കും, എവിടെ പോയി നരേന്ദ്രമോദിജിയുടെ പേരെന്ന് അദ്ദേഹം ചോദിക്കും. ഒരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം കേന്ദ്രം എന്തൊക്കെയാണ് കേരളത്തിന് നൽകിയതെന്ന് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന് അറിയാം. അത് പാവപ്പെട്ട നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അറിയില്ല, അവർ സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു സ്ഥലത്ത് പോലും അദ്ദേഹത്തെ പേര് പ്രതിപാദിക്കാത്തത്. പിന്നെ നമ്മുടെ മേടയിൽ വിക്രം സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ്, 60,000 രൂപയാണ് PMI പദ്ധതി കേന്ദ്രം നൽകുന്നത്. ബാക്കി 90,000 രൂപ ആര് കൊണ്ടുപോയി? 1.5 ലക്ഷം രൂപ തരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ 1.5 ലക്ഷം രൂപ തരുന്നതിൽ 60,000 രൂപ കിട്ടണമെന്ന് ഇവിടെ ഭരണസമിതിയുടെ അംഗമാണ് പറഞ്ഞത്. ബാക്കി 90,000 രൂപ ആര് കൊണ്ടുപോയി? അദ്ദേഹത്തിന് തെറ്റിയതാണോ അതോ എനിക്കറിയില്ല. 1.5 ലക്ഷം രൂപയാണ് കേന്ദ്ര വിഹിതം എന്ന് അദ്ദേഹം അറിഞ്ഞത് നന്നായിരിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം 50,000ആണ്. മനസ്സിലായില്ലേ? പാവപ്പെട്ട ജനങ്ങൾ പിരിക്കുന്ന നികുതി കരത്തിൻ്റെ നികുതി പണം നഗരസഭ കൊടുക്കുന്നത് 2 ലക്ഷം രൂപ. അവരിൽ നിന്ന് നികുതി പണം പിടിച്ച് അവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കുന്നു. അങ്ങനെ 4.25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഉൾപ്പെടെ. അദ്ദേഹം ഒന്ന് ഓർത്താൻ നന്നായിരിക്കും. ഇങ്ങനെയുള്ള ഇതൊന്നും പറയരുത്, ഒന്ന് ശ്രദ്ധിച്ച് പറയണമെന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ LED കാര്യത്തിൽ സൂചിപ്പിക്കേണ്ട വളരെ സുന്ദര നഗരം 80% സ്ഥലങ്ങളിൽ LED ലൈറ്റ് സ്ഥാപിച്ചതോടെ എനിക്ക് വളരെ ലജ്ജാകരമാണ്. ഞാനിവിടെ പറയാതെ വന്നത് ശരിയല്ല. ഇന്ന് ജനങ്ങൾ ഞാൻ ട്യൂബ് വാങ്ങിച്ചു തരാം, ലൈറ്റ് മാറ്റാമോ എന്ന് ചോദിക്കുന്ന സാഹചര്യമാണ്. ജനങ്ങളല്ല ചോദിക്കുന്നത്, KSEB ആണ് ചോദിക്കുന്നത്. കാരണം ഇന്നലെ എൻ്റെ ഏറ്റവും വലിയ ആരാധനാമായ ശ്രീ ഉദയനൂർ ദേവീക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക. ബഹുമാനെ MLA വിളിച്ച് ചേർന്ന യോഗമാണ്. മന്ത്രി GR അനിലിനെയാണ് നമ്മൾ വിളിച്ചിരുന്നത്. അദ്ദേഹം MLA ഡീറ്റെയിൽ ചെയ്തു. MLA വിളിച്ച് ചേർന്ന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എല്ലാ ലൈറ്റുകളും സ്ഥാപിക്കുമെന്നാണ്. ഇന്നലെ 20 ട്യൂബ് ലൈറ്റ് വാങ്ങിച്ചു തരാമെന്ന് വെള്ളയമ്പലത്തെ ഉദ്യോഗസ്ഥർ എന്നോട് ആവശ്യപ്പെട്ടു. എങ്കിൽ നമ്മൾ മാറ്റിത്തരാം, ചോക്കും വാങ്ങിച്ചു തരണം. അവരുടെ അവസ്ഥയാണ്, KSEBയുടെ അവസ്ഥയാണ്. 20 ട്യൂബ് ലൈറ്റ്, ഞാൻ 25 വാങ്ങിച്ചു കൊടുത്തു, ചോക്കും വാങ്ങിച്ചു കൊടുത്തു. ഇന്നലെ മാറ്റി. ഇതാണോ നമ്മളെ ഇവിടുത്തെ ഭരണ നേതൃത്വം വഹിക്കുന്നത്? അല്ലെങ്കിൽ LED നഗരം സുന്ദര നഗരം പ്രഖ്യാപനം നടത്തുന്നത്? അതുപോലെ ജനങ്ങൾ ട്യൂബിൽ ലൈറ്റ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് കയറ്റി മാറ്റിത്തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ വീമ്പിളക്കിക്കൊണ്ട് ഇതെല്ലാം വലിയ ഞങ്ങളുടെ ഇതൊക്കെ സത്യമാണ് ഞാൻ തുറന്ന് പറയുന്നത്. ഇത് അന്വേഷിച്ച് നോക്കണം. ഇന്നലെ വെള്ളയമ്മനെ KSEB വിളിച്ച് ചോദിച്ചു നോക്കണം. 25 ട്യൂബ് ലൈറ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു, 20 അവർ മാറ്റി തന്നു. ഇത് എല്ലാ വാർഡുകളിലും ജനങ്ങളും നമ്മളെ കൗൺസിലർമാരുൾപ്പെടെ വാങ്ങിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തിരിക്കുന്ന കൗൺസിലർമാരും വാങ്ങിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സംശയമില്ല. മറ്റൊന്ന്, നമ്മുടെ ഈ തെളിനീരൊഴുകും നവകേരളം സത്യമാണ്. തെളിനീരൊഴുകും നവകേരളം, കിള്ളിയാറും കരമനയാറും ശുചീകരിക്കുക. എൻ്റെ ഒരു കഷ്ടകാലത്തിന് ഞാനത് അഭിമാനപൂർവ്വം തന്നെ പറയുന്നു. കഴിഞ്ഞ 2019 കിള്ളിയാർ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞൊരു പ്രമേയം അവതരിപ്പിച്ചു. അന്നത്തെ മേയറായിരുന്ന VK പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ ഏകണ്ഠം അംഗീകരിച്ചു, നടപ്പിലാക്കി. 27 ലക്ഷം രൂപ വെള്ളത്തിൽ ഒഴുകി കളഞ്ഞു. 27 ലക്ഷം രൂപ യാതൊരു പ്രയോജനം. ഇന്ന് അവിടെ കിള്ളിയാർ പോയി നോക്കണം.
കിള്ളിയാർ പോയി നിങ്ങൾ നോക്കണം. തിരുനീരാണോ ഒഴുകുന്നത്, അതാ മരിച്ചിരിയിൽ നിന്നുള്ള സ്പിരിറ്റാണോ ഒഴുകുന്നത് പോയി നോക്കണം. ഇന്ന് തിരുനീരിലല്ല ഒഴുകുന്നത്, മരിച്ചിരിയിൽ നിന്നുള്ള സ്പിരിറ്റാണ് ഒഴുകുന്നത്. അതുപോലെയുള്ള വേസ്റ്റുകൾ കൂടിക്കൊഴി ഒഴുകുന്ന ഒരു ആറായി മാറിക്കഴിഞ്ഞു. ഇപ്പോഴും 25 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് 2 ആറുകൾക്ക്, കരമനയാറിനും കിള്ളിയാറിനും. അപ്പോൾ അത് പ്രായോഗികമാണോ, നടപ്പിലാക്കാൻ സാധിക്കണോ? നടപ്പിലാക്കിയാൽ പറഞ്ഞാൽ ആ രീതിയിൽ നടപ്പിലാക്കണം. പാവപ്പെട്ട ഈ കണ്ടിജന്റ് തൊഴിലാളികളെ ആറ്റിലിറക്കി അവരെ കൊല്ലാനായിട്ടുള്ള അവസരമല്ല ഉണ്ടാക്കേണ്ടത്. യാതൊരു രീതിയിലുള്ള പഠനവും നടത്താതെ ആറ്റിൽ കൊണ്ട് അവരെ ഇറക്കുക. ആഴമുണ്ടോ, അതിനകത്ത് കല്ലുണ്ടോ, പാറയുണ്ടോ ഒന്നും നോക്കാതെ. എന്തിനാ? ഇത് ഇവിടെ മാത്രമല്ല, പല തോടുകളിലും കുണ്ടും കുഴിയും അതുപോലെ ചതുപ്പുള്ള ആറുകളുണ്ട്. അവിടെയും ദയവ് ചെയ്ത് അവരെ ഒന്നും കൊണ്ടിറക്കി അവരുടെ കുടുംബത്തിന് അവരെ നഷ്ടപ്പെടുത്താൻ സാഹചര്യം ഉണ്ടാക്കരുതെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന് HRDC എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് ഇവിടെ. HRDC ഞാനതിലൊരു കമ്മിറ്റി മെമ്പറാണ്. ആ HRDCയിൽ എത്ര കമ്മിറ്റി കൂടി? HRDCയിലെ ബഡ്ജറ്റ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വരവിനേക്കാൾ കൂടിയ ചിലവ് ഉൾപ്പെടെയുള്ള ബഡ്ജറ്റാണ് വെച്ചിരിക്കുന്നത്. ആ HRDCയുടെ പ്രവർത്തനം ഇവിടെ ആര് വീക്ഷിക്കുന്നു? അവിടുത്തെ ഉദ്യോഗസ്ഥൻ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് കൊണ്ടുപോകുന്നു. ഇവിടെ ഭരണസമിതി അതിന് വേണ്ടി എന്താ അവിടെ ചെയ്യുന്നത്? ആ HRDC എന്ന് പറയുന്നത് ഇന്ന് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം വിവിധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു സ്ഥാപനമാണത്. പട്ടികജാതി അതിൻ്റെ പദ്ധതി ഉൾപ്പെടുത്തി വരുന്ന HRDCയെ അതിനെ നല്ല രീതിയിൽ പരിപോഷിക്കാനുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്? എത്ര കമ്മിറ്റി കൂടി? മേയർക്കറിയാം, നമ്മൾ DRL പറയാം, 2 കമ്മിറ്റി കൂടി. 2 കമ്മിറ്റി കൂടി മാറ്റി വെച്ചാൽ കൂടിയത്. അപ്പോൾ ഇതെല്ലാം എന്നിട്ട് നമ്മുടെ വീരവാദം പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഐക്യം ഇപ്പോഴും നിലവിളിക്കുക ആളുകൾ, ജനങ്ങൾ. എന്താണ്? എൻ്റെ ടാക്സ് കാണാനില്ല. ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പറയും പിള്ളേർ വാങ്ങിക്കും, അവർ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഈ പണം എവിടെ പോയി ഒരു പിടിയില്ല. 100 കോടി രൂപ നമ്മൾ അടുത്തതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം ഇനി കോടിക്കണക്കിന് രൂപ കിട്ടാനുള്ളതാണ് മറ്റൊരു സത്യം. ഈ ഐക്യം എന്ന് പറയുന്ന സ്ഥാപനം രാഷ്ട്രീയ പിണിയാളുകൾക്ക് ജീവിക്കാനായിട്ടുള്ളൊരു അവസരത്തിന് വേണ്ടിയിട്ട് ആരുടെയോ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനമാണ്. ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. ആ പ്രയോജനം കിട്ടുന്നതാണ് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ജനങ്ങളുടെ കരുത്തിൽ പിഴിഞ്ഞ് നികുതി പണം വെട്ടിക്കാനായിട്ടുള്ളൊരു അവസരമാണ് ഐക്യം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഐക്യമിൻ്റെ പുറത്ത് നിങ്ങൾ പോയി നോക്കണം. അവിടെ ഈ നമ്മുടെ മേയറും അതുപോലെ ഡെപ്യൂട്ടി മേയറും ഈ DRLG പോയി അവിടെ പോയി നോക്കണം ഐക്യമിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. അവിടെ നിൽക്കുമ്പോൾ അറിയാം ടാക്സ് അടയ്ക്കാൻ വരുന്നവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാം. വെറും 2 ജീവനക്കാർ 10,000 20,000 പോലും ചിലവില്ലാത്ത അതിന് വേണ്ടിയിട്ട് ഒരു വർഷം മാക്സിമം പോയ 1 ലക്ഷം രൂപ ചിലവ്. എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ഐക്യമിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. കാരണം എന്തിനാ? ഐക്യമിൽ നിക്ഷേപിക്കുമ്പോൾ അത്രയും പണം ഇവിടെ ചിലവിൽ വരുമല്ലോ. ഫെബ്രുവരി മാസം വരെ വെറും 20% ചിലവുണ്ടായിരുന്നാണ് നഗരസഭ. ഫെബ്രുവരി മാസം കൊണ്ട്, ഒരു മാസം കൊണ്ട് ഗിമിക്ക് സംഭവിച്ചു. മാജിക്കിലൂടെ അത് വലിയൊരു ചെലവഴിച്ച തുകയായിട്ട് കാണിക്കാൻ വേണ്ടി നമ്മുടെ ഭരണസഭ കാണിക്കുകയുണ്ടായി. ഇതെല്ലാം എന്താ ചെയ്തത്? 30% നമ്മൾ മരാമത്ത് വർക്കിലെ ചെലവഴിച്ചത്. സ്പിൽ ഓവർ പദ്ധതി 2 വർഷമായിട്ട് എത്ര രൂപ ചെലവഴിച്ചു നിങ്ങൾ നോക്കണം. അതുപോലെ പുതിയ പ്രോജക്റ്റ് 1 വർഷമായിട്ട് എത്ര രൂപ ചെലവഴിച്ച് നോക്കണം. ഇതൊന്നും ചിലവ് നടന്നിട്ടില്ല. പക്ഷേ ചിലവ് ഊതി കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാ? കുറേ പദ്ധതികൾ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നു. കുറേ പദ്ധതികളിലേക്ക് ആ പണം കൊണ്ട് FDI നിക്ഷേപമായി നിക്ഷേപിച്ചുകൊണ്ട് യാതൊരു വർക്കുകളും ചെയ്യാൻ കഴിയാതെ ഒരു മാസം കൊണ്ട് ഊതിപ്പേൽപ്പിച്ച ഒരു കണക്ക് അവതരിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുക. നിങ്ങൾ ചോദിക്കുക എന്തിനാണ് കഴിഞ്ഞ 9 തവണ ഇവിടെ BJP കൗൺസിലർമാർ ധനകാര്യ കമ്മിറ്റിയിൽ എന്തിനു വേണ്ടിയാണ് ഇത്രയും ദിവസം ആ ബഡ്ജറ്റ് തടസ്സം നിങ്ങൾ ചോദിക്കും. അതിൻ്റെ യാഥാർത്ഥ്യ വസ്തു വിജയകുമാറിനും അറിയാം, അംശുവിനും അറിയാം, ഡെപ്യൂട്ടി മേയർക്കും അറിയാം. കണക്കുകളെ അങ്ങേയറ്റം അപാകതയാണ് എന്നുള്ള വസ്തുവാണ്. ഇത്രയും തിരുത്തി കൊണ്ടുവരാൻ അവസരം നൽകിയതിന് ഡെപ്യൂട്ടി മേയർ BJP കൗൺസിലർമാരെ അഭിനന്ദിക്കണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മേയർ, ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ, പ്രിയപ്പെട്ട മറ്റ് സുഹൃത്തുക്കളെ, 2012-13 വർഷത്തെ തിരുവനന്തപുരം നഗരസഭയുടെ ബഡ്ജറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ബഡ്ജറ്റിൽ ജഗതിയിൽ ഒരു ടൗൺ ഹാൾ, വിളപ്പിശാലയിൽ പരിസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അതിനോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളും, അതുപോലെ തന്നെ മേയേഴ്സ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഫുട്ബോൾ തുടങ്ങി ഇപ്പോഴത്തെ ബഡ്ജറ്റിലുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട്. ഏതാണ്ട് 10 വർഷം കഴിഞ്ഞിട്ടും ഇതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ള സത്യം നിലനിൽക്കുകയാണ്. 1994 മുതൽ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരാണ്. എന്നിട്ടും അവർക്കിത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്ന ബഡ്ജറ്റിലെ ഒരു കാര്യവും നടപ്പാക്കാൻ ഇനി അവർക്ക് സാധിക്കില്ല എന്ന് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ ഈ ബഡ്ജറ്റിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്, തള്ളിക്കളയണം എന്നുള്ള അഭ്യർത്ഥന നടത്തുകയാണ്. ബഹുമാന്യനായ മേയറുടെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു, കോവിഡ് പ്രതിസന്ധിയിലും സാധാരണ ജനത്തിന് തണലേകാൻ കേന്ദ്ര ബഡ്ജറ്റ് ഒന്നും തന്നെ മുന്നോട്ട് വയ്ക്കുന്നില്ല. വികസന പ്രവർത്തനങ്ങൾക്ക് കടമെടുക്കുന്നതിന് കേരളത്തിന് പലപ്പോഴും അംഗീകാരം നൽകാത്ത കേന്ദ്ര സർക്കാർ 35% തുകയും കണ്ടെത്തുന്നത് കടമെടുപ്പിലൂടെയാണ്. മറ്റൊരു മാന്യ സുഹൃത്ത് കേന്ദ്രത്തിൽ അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് ജനദ്രോഹ ബഡ്ജറ്റാണെന്ന് പറഞ്ഞു. വേറൊരു മാന്യ സുഹൃത്ത് പറഞ്ഞു കേരളത്തിനൊന്നും നൽകാത്തൊരു ബഡ്ജറ്റാണ് കേന്ദ്ര ബഡ്ജറ്റ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2-3 കാര്യങ്ങൾ അതിനെ സ്പർശിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെ നേർസാക്ഷ്യപത്രമാണ് കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ലോകസഭയിൽ അവതരിപ്പിച്ച 2022-23 കേന്ദ്ര ബഡ്ജറ്റ്. ഭാരതത്തിൻ്റെ സമഗ്രവും സുസ്ഥിരവും സുതാര്യവുമായ പുരോഗതിക്ക് വേണ്ടിയുള്ള അടിസ്ഥാന രേഖയാണ് കേന്ദ്ര ബഡ്ജറ്റ്. ഇത് ലോകത്തിന് മാതൃകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള രാഷ്ട്ര നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെ നേർസാക്ഷ്യപത്രമാണ് കേന്ദ്ര ബഡ്ജറ്റ്. കൊറോണ മഹാമാരി മൂലം ലോകത്താകമാനം സമ്പദ്ഘടന തകരുമ്പോഴാണ് 2021-22 ഏറ്റവും വേഗം വളരുന്ന സമ്പദ്ഘടനയായി ഭാരതം വളർന്നത്. അതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. ആത്മനിർഭർ ഭാരത് പദ്ധതികൾ വഴി രാജ്യം 9.2% വളർച്ചയാണ് നേടിയത്. ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ 27 ലക്ഷം കോടി രൂപയുടെ ആത്മനിർഭർ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ 2021-22 വർഷം പ്രതീക്ഷിച്ചതിനേക്കാൾ നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും 3 ലക്ഷം കോടി രൂപ വർദ്ധിച്ചു. ഈ വർധനവ് കൊറോണ മഹാമാരിയുടെ കാലത്ത് ഭാരത സർക്കാർ മാത്രം ലോകത്ത് കൈവരിച്ച നേട്ടമാണ്. ഇന്ത്യയുടെ സമ്പദ്ഘടന സ്ഥിര വളർച്ച നേടി. സ്കാം ഇന്ത്യയെ സ്കിൽ ഇന്ത്യയാക്കി മാറ്റി. സ്കിൽ ഇന്ത്യയുടെ ഭാഗമായി ഡിജിറ്റൽ ഇന്ത്യ പ്രഖ്യാപിച്ചു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഡിജിറ്റൽ എക്കോണമി നടപ്പാക്കി. കള്ളപ്പണവും കള്ളനോട്ടും തീവ്രവാദവും തടയാൻ 2016 നോട്ട് നിരോധനം നരേന്ദ്രമോദി നടപ്പാക്കി. ഒരു രാഷ്ട്രത്തിന് ഒരു നികുതി എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2017 GST നടപ്പാക്കി. ഇന്ന് GST വരുമാനം പ്രതിമാസം 1.5 ലക്ഷം കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. കള്ളപ്പണം തടയാൻ കഴിയാത്തത് മൂലം ആദായ നികുതി അടയ്ക്കുന്നവരുടെ എണ്ണം 3 കോടിയിൽ നിന്ന് ഇന്ന് 7 കോടിയായി വർദ്ധിപ്പിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. അടിസ്ഥാന മേഖലാ വികസനത്തിന് പ്രധാനമന്ത്രി ഗതിശക്തി എന്ന പേരിൽ പദ്ധതികൾ ആവിഷ്കരിച്ചു. റോഡ് ഗതാഗതം, ചരക്ക് നീക്കം, റെയിൽവേ, മെട്രോ വികസനം, പർവ്വതങ്ങളിൽ ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള റോഡുകൾ, തുറമുഖ വികസനം, വിമാനത്താവളങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി. ഇതിൽ 1 ലക്ഷം കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സംസ്ഥാനങ്ങൾ നൽകാൻ നീക്കിവെച്ചു. കാർഷിക പുരോഗതിയും അടിസ്ഥാന മേഖല വികസനവും IT, ആരോഗ്യ സുരക്ഷ, വിദ്യാഭ്യാസം എന്നീ മേഖലകളുടെ വികസനവും കൂടി യോജിച്ചുള്ള സന്തുലിത വികസനത്തിൻ്റെ ബഡ്ജറ്റാണ് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ നിർമ്മല സീതാരാമൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്യുന്നത്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിക്കുന്നു. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിനായി പ്രാദേശിക ഭാഷയിലടക്കം 200 ടെലിവിഷൻ ചാനലുകൾ ആരംഭിക്കുന്നു. ഡിജിറ്റൽ ഇക്കോണമിയുടെ ഭാഗമായി ഡിജിറ്റൽ അഥവാ കമ്പ്യൂട്ടർ നോട്ടുകൾ റിസർവ് ബാങ്ക് പുറത്തിറക്കുന്നു. കള്ളപ്പണം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഡിജിറ്റൽ ഇക്കോണമി വിജയിച്ചിട്ടുണ്ട്. അതിനാലാണ് 2021-22 വർഷം നികുതി വരുമാനം പ്രതീക്ഷിച്ചതിനേക്കാൾ 3 ലക്ഷം കോടി രൂപ വർദ്ധിപ്പിച്ചത്. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഡിജിറ്റൽ ഇക്കോണമിയും കറൻസിയും രാജ്യത്തിൻ്റെ വികസനം ത്വരിതപ്പെടുത്തും. ഭാരതത്തിലെ 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകളെ ബന്ധിപ്പിച്ച് ബാങ്കിംഗ് ശൃംഖല തുടങ്ങിയത് ഭാരതത്തിൻ്റെ ഗ്രാമവികസനം ത്വരിതപ്പെടുത്തുന്നതിനും ബാങ്കിംഗ് സേവനം സാധാരണ ജനങ്ങളുടെ വീട്ടുപടിക്കൽ കൊണ്ടെത്തിക്കുന്നതിനുമാണ്. ഈ ബഡ്ജറ്റിനെയാണ് ജനദ്രോഹ ബഡ്ജറ്റ് എന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ആക്ഷേപിച്ചത്. ബഹുമാന്യനായി മറ്റൊരു സുഹൃത്ത് പറഞ്ഞു കേരളത്തിനൊന്നും കിട്ടിയിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് കേരളത്തിലെ പട്ടണങ്ങളെപ്പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഇതൊന്ന് ശ്രദ്ധിക്കണം മാന്യ സുഹൃത്ത്. CDAC തിരുവനന്തപുരത്തിന് 250 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി 2581 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. കോഫി ബോർഡിന് 226.21 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. റബ്ബർ ബോർഡിന് 268.78 കോടി രൂപയാണ്. ടീ ബോർഡിന് 131.2 കോടി രൂപയാണ്.
സ്പൈസസ് ബോർഡ് അതിന് നൽകിയിരിക്കുന്ന 115.5 കോടി രൂപയാണ്. കൊച്ചി പോർട്ട് ട്രസ്റ്റിന് കൊടുത്തിരിക്കുന്ന 23.88 കോടി, ഷിപ്പ് യാർഡിന് 400 കോടി, ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം 315 കോടി, നാഷണൽ സെൻട്രൽ ഫോർ എർത്ത് സയൻസ് തിരുവനന്തപുരം അതിന് കൊടുത്തിരിക്കുന്ന 110 കോടി. ഇങ്ങനെ തിരുവനന്തപുരത്തിന് ആ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ദയവായി എൻ്റെ മാന്യ സുഹൃത്ത് വരുത്തിയ തെറ്റ് തിരുത്താൻ തയ്യാറാവണം. ആ മാന്യത അദ്ദേഹം ഈ സഭയെ കാണിക്കണം. ഇനി കേരളിനെ കുറിച്ച് ബഹുമാനിയായ മേയർ വാതോരാതെ പ്രസംഗിക്കുന്ന കേട്ടു ആമുഖത്തിൽ. കേരളിനേക്കാൾ അതിഗംഭീരമായ മറ്റൊന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് 1912 തുടങ്ങി. ഇന്നിപ്പോൾ അത് 400 ട്രെയിന് അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു 4ഓ 5ഓ കേരളത്തിൽ കൊണ്ടുവന്നാൽ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ അടിയും ഇടിയും പിടിയും കത്തിവയ്പ്പും ഒക്കെ നിർത്തി മാന്യമായ രീതിയിൽ ജനങ്ങൾക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. വിമാനത്തെക്കാൾ സൗകര്യമുള്ളതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. ട്രെയിൻ 18 എന്ന പേരിൽ അറിയപ്പെടുന്ന വന്ദേ ഭാരത് ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റാണ് ഈ ട്രെയിൻ. അതിവേഗ ട്രെയിനാണ്. 2019 ഫെബ്രുവരി 15 ആദ്യ സർവീസ് തുടങ്ങിയത്. കറങ്ങുന്ന സീറ്റുകൾ, വിശാലമായ ജനാലകൾ, വിമാനങ്ങളെ പോലെയുള്ള ലഗേജ് സൗകര്യങ്ങൾ, ക്യാമറകൾ, വാക്വം ടോയ്ലറ്റുകൾ, വാഷ് ബേസിൻ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ ആ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലുണ്ട്. 100 കോടിയാണ് ഒന്നിൻ്റെ വില. എന്നു മാത്രമല്ല ഒരു സമയം 1139 പേർക്ക് അതിൽ സഞ്ചരിക്കാം. ഇത്രയും സൗകര്യങ്ങളുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളം നേടിയെടുക്കുവാൻ തിരുവനന്തപുരം നഗരസഭയുള്ളവർ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ബഡ്ജറ്റ് തള്ളിക്കളയണം. അടുത്തതായി ശരണ്യ 5 മിനിറ്റ്. ശേഷം ശ്രീ സ്റ്റാൻലി ഡിക്രൂസ് 5 മിനിറ്റ്. നഗരത്തിൻ്റെ തനത് വികസനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ബഡ്ജറ്റായിരിക്കും ഇത്തവണയെങ്കിലും ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് പ്രതീക്ഷിച്ച നഗരവാസികൾക്ക് തീർത്തും നിരാശ നൽകുന്ന ഒരു ബഡ്ജറ്റാണ് ഡെപ്യൂട്ടി മേയർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ചില നേട്ടങ്ങൾ, മുൻകാല ഭരണസമിതിയുടെ നേട്ടങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ബഡ്ജറ്റ്, അതിൻ്റെ ആമുഖ പ്രസംഗമാണ് ബഹുമാനപ്പെട്ട മേയറും ഡെപ്യൂട്ടി മേയറും ഇവിടെ നടത്തിയിട്ടുള്ളത്. സർ, 21 പേജുള്ള മേയറുടെ ആമുഖ പ്രസംഗത്തിൽ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന മേയർക്ക് തൻ്റെ യാതൊരു ഭരണ നേട്ടവും പറയാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലജ്ജാകരമാണ് എന്നല്ലേ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇവിടെ ജില്ലയിൽ ആകമാനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ചില പ്രവർത്തനങ്ങൾ ഇവിടെ നിങ്ങൾ സൂചിപ്പിക്കുന്നു. എന്തൊക്കെയാണ്? ഔട്ടർ റിംഗ് റോഡുകൾ, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ പല നിർദ്ദേശങ്ങൾ നിങ്ങൾ പറയുന്നു. ക്രൂസ് ടൂറിസം പദ്ധതി, മെഡിക്കൽ ടെക് ഇന്നൊവേഷൻ പാർക്ക്, ടാഗോർ തിയേറ്റർ നവീകരണം, സിൽവർ ലൈൻ പദ്ധതി, ജനങ്ങളാകെ തള്ളിക്കളഞ്ഞ സിൽവർ ലൈൻ പദ്ധതി, അതുപോലെ തന്നെ പാതി വഴിയിലായ ഗെയിൽ പൈപ്പ്, വഴിയാധാരമായ സാങ്കേതിക സർവകലാ ആസ്ഥാനത്തിന്റെ സ്ഥലമെടുപ്പ്, നോക്കുകുത്തിയായിട്ടുള്ള കെ ഫോണ്, അങ്ങനെ അവസാനം KSRT ബസ്, സർക്കുലർ ബസിന്റെ വട്ടം ചുറ്റിയുള്ള പ്രവർത്തനം പോലും ഈ തിരുവനന്തപുരം നഗരസഭയുടെ മേയറുടെ ആമുഖ പ്രസംഗത്തിൽ കടന്നു വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ആയിരക്കണക്കിന് നഗര ജനതയെ ഭവനരഹിതരാക്കിയ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഭരണസമിതിയാണ് ഈ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് എന്ന് ഞാൻ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നഗരസഭ മുൻകാല CPM ഭരണസമിതികൾ വിവിധ ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിച്ച PMAY ഭവന പദ്ധതിയും ലൈഫ് ഭവന പദ്ധതിയും സ്വപ്നം കണ്ടുണ്ടായിരുന്ന നഗരവാസികൾ തങ്ങളുടെ വീടുകൾ പൊളിച്ച് ഒരു ഭവനം പണിയുന്നതിന് വേണ്ടി കാത്തിരുന്ന് ഗഡുക്കൾ പോലും കിട്ടാതെ 100 കണക്കിന് വീടുകൾ ഇന്നും പൂർത്തീകരിക്കാതെ ഈ നഗരത്തിലുണ്ട് എന്ന് ഞാൻ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സർ, നഗരസഭ യഥാസമയം ഗഡുക്കൾ കൊടുത്തിട്ടില്ല എന്നുള്ളതല്ലേ നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കുന്നത്. സർ, ഇവിടെ
ലൈഫ് ഭവന പദ്ധതിയുടെയും ലൈഫ് ഫ്ലാറ്റിന്റെയും പേര് പറഞ്ഞ് ആയിരക്കണക്കിന് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? തിരുവനന്തപുരം നഗരസഭയിൽ 2016 മുതൽ 18,036 അപേക്ഷകരുടെ അപേക്ഷ പരിഗണിച്ചിട്ട് ഒരു 10 പേർക്ക് നിങ്ങൾക്ക് ലൈഫ് എന്ന് പറയുന്ന ഭവന പദ്ധതിയിൽ ഫ്ലാറ്റ് കൊടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങളിപ്പോൾ വേറെ ആരുടെയൊക്കെ ചില പേരിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്, അതവിടെ ഇരിക്കട്ടെ. സർ, പരിമിതമായ ഫണ്ടും പ്രവർത്തന പരിമിതിയുമുള്ള ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഭവന നിർമ്മാണ സഹായത്തിന് മുന്നേറുമ്പോൾ ഈ ഭവന നിർമ്മാണത്തിനായി ദശകോടികൾ മാറ്റിവെച്ചിട്ടുള്ള ഈ തലസ്ഥാന നഗരസഭയുടെ ഭരണാധികാരികൾ മുട്ടിലിഴയുകയാണ് സർ, മുട്ടിലിഴയുകയാണ്. സർ, ഇവിടെ തീരദേശ മേഖലയിലെ ഭവന നിർമ്മാണ പദ്ധതി തലസ്ഥാന നഗരസഭ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. സർ, പേരൂർക്കടയിലെ പട്ടികജാതി വിഭാഗത്തിന് ഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുത്തിട്ട് 2 ദശാബ്ദങ്ങളായി. അന്ന് മുതൽ CPM ഭരണസമിതി നേതൃത്വം നൽകുന്ന നഗരസഭയുടെ എല്ലാ ബഡ്ജറ്റുകളിലും പേരൂർക്കടയിൽ നിങ്ങൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞ ഭവന പദ്ധതി ഉണ്ടായിരുന്നു. ഒന്ന് പിന്നോട്ടുള്ള ബഡ്ജറ്റുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സർ, മാലിന്യ സംസ്കരണത്തിൽ എൻ്റെ സഹപ്രവർത്തക ഇവിടെ പറയുകയുണ്ടായി, മാലിന്യ സംസ്കരണത്തിൽ എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരുന്നതിന് വിളപ്പിശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയതിന് ശേഷം നിങ്ങൾക്ക് CPM നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടോ? മാലിന്യ സംസ്കരണ മേഖലയെ പണം കായ്ക്കുന്ന മരമായി മാറ്റി നഗരസഭാ ഭരണകർത്താക്കൾ കോടികൾ കൊയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. സർ, വിരലിലുണ്ടാവുന്ന എയറോബിക് ബിന്നുകൾ ഒഴികെ നഗരസഭ സ്ഥാപിച്ച 100 കണക്കിന് എയറോബിക് ബിന്നുകൾ ഇന്ന് തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും വിരഹ കേന്ദ്രമായി ഈ തലസ്ഥാന നഗരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കും. സർ, എന്താണ് സഹപ്രവർത്തകയായ ശരണ്യ പറഞ്ഞത്? കിച്ചൺ ബിൻ സമ്പൂർണ്ണ പരാജയമല്ലേ? എന്തുകൊണ്ടാണ് ഈ മേയർ ആമുഖ പ്രസംഗത്തിൽ കിച്ചൺ ബിന്നിനെ കുറിച്ച് നിങ്ങൾ വളരെ കൊട്ടിഘോഷിച്ച് 15 കോടി രൂപ ചെലവഴിച്ച് നഗരത്തിലെ വീടുകളിലേക്ക് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച കിച്ചൺ ബിന്നിന്റെ അവസ്ഥ ഇന്ന് എവിടെയാണ്? എന്തുകൊണ്ടാണ് മേയർ തന്റെ ആമുഖ പ്രസംഗത്തിൽ കിച്ചൺ ബിന്നിനെ കുറിച്ച് പറയാതിരുന്നത്? കിച്ചൺ ബിൻ എന്ന് പറയുന്ന വാക്കുച്ചരിച്ചാൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള കൊടിയ അഴിമതി നഗരവാസികൾ ഓർമ്മിക്കുമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ കിച്ചൺ ബിന്നിന്റെ കാര്യം ഇവിടെ പരാമർശിക്കാത്തത്. മാലിന്യ സംസ്കരണ മേഖലയിൽ അഴിമതിയെക്കുറിച്ച് ചർച്ച കൗൺസിലിൽ ചോദിക്കുമ്പോൾ ചോദ്യോത്തരത്തിൽ അരി എത്ര പയറഞ്ഞാഴി എന്ന് പറയുന്ന സമീപനമല്ലേ CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? സാർ, ഇവിടെ പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിൽ വിനാശകരമായ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ നിയന്ത്രണത്തിലും നഗരസഭാ ഭരണസമിതി നേതൃത്വം അമ്പേ പരാജയപ്പെട്ടിരിക്കുകയല്ലേ? നിങ്ങൾ എന്താണ് കൊട്ടിഘോഷിച്ച ഭരണ നേതാക്കൾ പ്ലാസ്റ്റിക് നിരോധനത്തിനും ബദൽ ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനുമായി ഈ കൗൺസിലിൽ കൊണ്ടുവന്ന ബൈലോയും അതുപോലെ തന്നെ ടൈം ടേബിളും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ഇന്ന് തലസ്ഥാന നഗരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനകളുടെ കലവറയായി തിരുവനന്തപുരം നഗരം മാറിയില്ലേ? ലജ്ജയില്ലേ നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ? എന്താണ് നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചനെ കുറിച്ച് ആമുഖ പ്രഭാഷണത്തിൽ മേയറും ഡെപ്യൂട്ടി മേയറും പറഞ്ഞിട്ടുള്ളത്? കമ്മ്യൂണിറ്റി കിച്ചൻ കോടിക്കണക്കിന് രൂപ ദുരുപയോഗം ചെയ്യപ്പെട്ടു. കരുണയുടെ ഉറവ പറ്റാത്ത നഗരവാസികൾ പണമായും സാധനങ്ങളായും കോവിഡ് നിർവ്യാപനത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് ഒട്ടനവധി സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ കമ്മ്യൂണിറ്റി കിച്ചന്റെ ചെലവുകളിൽ സന്നദ്ധ സംഘടനകളുടെ സഹായം, നല്ല മനസ്സുകളുടെ സഹായം മാറ്റി നിർത്തി കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ കണക്ക് അവതരിപ്പിക്കാൻ നിങ്ങൾ സാധിച്ചില്ല. മികച്ച ഭരണം കാഴ്ചവെക്കാൻ പ്രാപ്തമാക്കി, അണ്ടർലൈനിട്ട് ഞാൻ പറയുന്നു, പ്രാപ്തമാക്കി എന്ന് നിങ്ങൾ പറയുന്ന പ്രസ്ഥാനത്തിന്റെ പാർട്ടി ഓഫീസുകളിലേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുകിയില്ലേ ഈ പറയുന്ന കോവിഡിന്റെ പേര് പറഞ്ഞിട്ട്? സർ, തെരുവ് വിളക്കുകളുടെ പരിപാലനം എന്താ സാറേ പരിപാലനം? LED ലൈറ്റുകളുടെ പർച്ചേസിലും ഇത്രയേറെ അഴിമതി നടന്നിട്ടുള്ള ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലുണ്ടോ സുഹൃത്തുക്കളെ? ഭാരതീയ ജനതാ പാർട്ടി ഇടപെട്ടത് കൊണ്ടല്ലേ യുണൈറ്റഡ് ഇന്ത്യ ഇലക്ട്രിക്കൽസിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു പാർട്ടി സഖാവിനെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം ഇന്ന് ഓപ്പൺ ടെൻഡറിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടപെടൽ കൊണ്ടാണ് എന്ന് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സർ, ഇവിടെ LED ലൈറ്റുകളുടെ സ്റ്റോക്ക് എടുക്കുന്നതിൽ വലിയ പരാജയമല്ലേ നമ്മൾ നടത്തിയിട്ടുള്ളത്? പുറത്ത് 100 രൂപയ്ക്ക് കിട്ടുന്ന ലൈറ്റിനെ 3 ഇരട്ടി തുക കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കുന്നു.
10,000 ലൈറ്റ് ഓർഡർ ചെയ്യുമ്പോൾ 7,000 ലൈറ്റ് വരുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടില്ലേ സുഹൃത്തുക്കളെ? നമ്മൾ ചിന്തിക്കണ്ടേ? സർ, ആറ്റുകാൽ പൊങ്കാല പോലുള്ള പരിപാവനമായ ആഘോഷങ്ങളിൽ പോലും ചിലവ് മാമാങ്കം വരുത്തി വ്യാജ ബില്ലുകൾ തരപ്പെടുത്തി നഗരവാസികളുടെ പണം ദുരുപയോഗം ചെയ്തത് ഈ ഭരണസമിതിയുടെ കാലത്താണ് എന്ന് അടിവരയിട്ട് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സർ, നഗരത്തിലെ പാർക്കിംഗ് സംവിധാനത്തിൽ മുതൽക്കൂട്ടായി മാറേണ്ട പുത്തരിക്കണ്ടത്തും മെഡിക്കൽ കോളേജ് പരിസരത്തും ലക്ഷ്യമിട്ട മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഇന്ന് വേണ്ടത്ര വിധത്തിൽ നമുക്ക് അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? നഗരവികസനത്തെക്കുറിച്ച് ബഡ്ജറ്റിൽ പറയുന്നത് മുഴുവൻ പ്രവർത്തനവും പൂർത്തീകരിച്ച് മാറിയ നഗരസഭ ഓഫീസ് കോമ്പൗണ്ടില് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം 1.5 വർഷം കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടത്ര വിധത്തിൽ സൗകര്യമായി തുറന്നു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന നമ്മൾ നടത്തണ്ടേ? അത് ഡെപ്യൂട്ടി മേയറും അതിൽ ഒരു അഭിപ്രായം പറയേണ്ടതില്ലേ? സർ, നഗരവാസികൾ നഗരസഭയിൽ ഒടുക്കിയ വീട്ടുകരം, തൊഴിൽക്കരം കൊള്ളയടിച്ച ഒരു ഭരണസമിതി, ആ ഭരണസമിതി ഇതിന് കൂട്ടുനിന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ആ ധനസഹായം തട്ടിയെടുത്ത ഒരു ഭരണസമിതി, ആ ഭരണസമിതി അതിന് നേതൃത്വം നൽകിയ ആൾക്കാരെ സംരക്ഷിക്കുകയും തലോടൽ ചെയ്തതും ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലല്ലേ സുഹൃത്തുക്കളെ? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എവിടെ എത്തി? ഈ നികുതിപ്പണം തട്ടിച്ച നിയമം സോണൽ ഓഫീസിലെ ഒരു സൂപ്രണ്ട് 28 ലക്ഷം രൂപ തട്ടിയെടുത്തു കൊണ്ടുപോയിട്ട് അവരെ തലോടി പേരിന് വേണ്ടി ഒരു കേസെടുത്ത് കേരള പോലീസ് വിജിലൻസ് കേസെടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കുവാൻ ഈ നഗരസഭാ ഭരണസമിതി എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? പണം ഈടാക്കിയിട്ടുണ്ടോ? പണം ഈടാക്കിയിട്ടില്ല. സാർ, കൊള്ളക്കാരി CPM കാരി ആയതുകൊണ്ടാണ് സംരക്ഷിക്കുന്നത്. നിങ്ങളെന്താ നഗരസഭയുടെ പണം അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കാത്തത്? അതല്ലേ ഒരു വനിതാ ഭരണാധികാരിയെ ഇവിടെ പ്രകീർത്തിക്കുമ്പോൾ ആ വനിതാ ഭരണാധികാരി മാതൃകയായി ചെയ്യേണ്ടത് അവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കേണ്ടതല്ലായിരുന്നു? സാർ, ഇവിടെ പല കാര്യങ്ങളും പൊളിച്ചെടുക്കലിന് വിപ്ലവകരമായ മേയറുടെ ഗീർവാണ പ്രസംഗങ്ങൾ അതിനകത്ത് കാണാൻ സാധിക്കുന്നു. പുതുമ നിറഞ്ഞതോ അതുപോലെ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതുമായ യാതൊരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിലില്ല. സർ, വികസന ബഡ്ജറ്റ് എന്നതിന് പകരം ന്യൂ ജനറേഷൻ ആൾക്കാർ പറയുന്ന ഒരു വാക്ക് തള്ളു ബഡ്ജറ്റ് എന്ന് 2022-23 ബഡ്ജറ്റിനെ നമ്മൾ പറഞ്ഞാലും തെറ്റില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. സർ, ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദമാണ് ജെൻഡർ. സർ, ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ജെൻഡർ ബഡ്ജറ്റ് എന്ന് ഡെപ്യൂട്ടി മേയർ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം ഡെപ്യൂട്ടി മേയർ പറയുന്നത് വനിതയാൽ നയിക്കപ്പെടുന്ന, അതുപോലെ തന്നെ പകുതിയിലേറെ അംഗങ്ങൾ സ്ത്രീകളായുള്ള നമ്മുടെ നഗരസഭ സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നാണ്. സാർ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള മുലയൂട്ടൽ കേന്ദ്രം, ജനസൗഹൃദ കേന്ദ്രം എവിടെ എത്തി നിൽക്കുന്നു? സർ, കഴിഞ്ഞ ഭരണസമിതിയുടെ കാര്യത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീ സൗഹൃദ കേന്ദ്രം അതെവിടെ പോയി? സർ, ഇതുപോലെ തന്നെ നമ്മുടെ മേയർ കഴിഞ്ഞ ഈ പറയുന്ന ബഡ്ജറ്റിൽ ഒരു വിശേഷണമുണ്ട്. അരികിലുണ്ട് മേയർ 20 ലക്ഷം. അരികിലുണ്ട് മേയർ. ഇപ്പോൾ മേയർ അരികിലുമില്ല. 100 കിലോമീറ്റർ അകലയിലേക്ക് മേയർ പോകുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു സുഹൃത്തുക്കളെ. മേയർ അരികയില്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നഗരത്തിലെ വിവിധയിടങ്ങളിൽ ടേക്ക് എ ബ്രേക്ക് എവിടെയാണ്? നിങ്ങൾ പെണ്ണിടങ്ങൾ എന്ന് മനോഹരമായ ഒരു വാക്ക് എഴുതി വെച്ചത് കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ പേപ്പർ പദ്ധതിയായി മാറ്റിയത് കൊണ്ടോ പെണ്ണിടങ്ങൾ യാഥാർത്ഥ്യമാകില്ല. ഡെപ്യൂട്ടി മേയറെ, എങ്ങനെയാണ് പെണ്ണിടങ്ങൾ ഡെപ്യൂട്ടി മേയറെ യാഥാർത്ഥ്യമാകുന്നത്? മുൻ വർഷങ്ങളിൽ നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള സ്റ്റാൻലി ഡിക്രൂസ് 5 മിനിറ്റ്, അതിനുശേഷം ശ്രീകുമാർ 5 മിനിറ്റ്. സാർ, മുൻ വർഷങ്ങളിൽ ഇവിടെ കെ രാജേന്ദ്രന്റെ 5 മിനിറ്റ്. മുൻ വർഷങ്ങളിൽ രൂപപ്പെടുത്തിയിട്ടുള്ള വനിതകൾക്ക് വേണ്ടിയിരുന്ന പദ്ധതിയും പണവും നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ട് ONVയുടെ കവിത ആലപിച്ചാൽ പെണ്ണിടങ്ങൾ യാഥാർത്ഥ്യമാകുമോ? ഡെപ്യൂട്ടി മേയറെ, പ്രകസനങ്ങളുടെ പെരുമഴയാണ് ഈ ബഡ്ജറ്റ്. സർ, ഇതേ വനിതാ മേയർ അധ്യക്ഷയായ കൗൺസിലിൽ അവതരിപ്പിച്ച ഞാൻ പറയുന്ന അരികിലുണ്ട് മേയർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നഗരത്തിലെ പ്രശസ്തമായിരുന്ന സുഗതകുമാരി ടീച്ചർ വന്നിച്ചില്ലെങ്കിലും നിങ്ങൾ നിന്ദിക്കരുത്. പ്രശസ്ത സുഗതകുമാരി ടീച്ചറിന്റെ നാമധേയത്തിൽ
കഴിഞ്ഞ ബഡ്ജറ്റിൽ ഡെപ്യൂട്ടി മേയറുടെ കയ്യിൽ ബഡ്ജറ്റ് പുസ്തകം ഉണ്ടെങ്കിൽ നോക്കണം. 2021-22 നിങ്ങൾ 22ാം പദ്ധതിയായി 30 ലക്ഷം രൂപ സുഗതകുമാരി ടീച്ചറിന്റെ ആ ഓർമ്മയ്ക്കായി സ്ത്രീ സൗഹൃദ പാർക്ക് നിങ്ങൾ സുഗതം എന്ന പേരിൽ നിങ്ങൾ പരാമർശിക്കുവാൻ വേണ്ടി തയ്യാറായി. സാർ, അത് നടപ്പാക്കിയോ? നടപ്പാക്കാൻ സാധിച്ചില്ല. 2021-22 ബഡ്ജറ്റിൽ 46ാമത്തെ പ്രപ്പോസൽ 1 കോടി രൂപ നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് സുമംഗലി എന്നൊരു പദ്ധതി വെച്ചു. എത്ര കുട്ടികൾക്കാണ് ഡെപ്യൂട്ടി മേയറെ നിങ്ങൾ ആ പദ്ധതിയിൽ ഇടം തേടാൻ വേണ്ടി സാധിച്ചത്? സുമംഗലി പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാൻ ഡെപ്യൂട്ടി മേയർക്കും കഴിയാതെ വന്നപ്പോൾ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 46ാമത്തെ നമ്പറായി നിങ്ങൾ വച്ചിരിക്കുന്ന പ്രപ്പോസൽ എന്താണ്? മംഗല്യ. എത്ര കോടിയാണ്? 10 കോടിയാണ്. 1 കോടി രൂപ ഉപയോഗിച്ച് 10 കുട്ടികളുടെ ധനസഹായം വിവാഹം നടത്താൻ പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ 10 കോടി വെച്ചിട്ട് 100 പേർക്ക് ഈ പറയുന്ന വിവാഹം നടത്തുവാൻ വേണ്ടി വരും. സർ, ഇവിടെ 2021-22 ബഡ്ജറ്റിൽ 57ാം പ്രപ്പോസലായി ഷീ ഹബ് പദ്ധതിക്കായി 30 ലക്ഷം രൂപ വകയിരുത്തി. 30 ലക്ഷം ഇപ്പൊ എവിടെയാണ്? നടപ്പാക്കാൻ കഴിഞ്ഞോ? 2021-22 ബഡ്ജറ്റിൽ 68ാം പ്രപ്പോസലായി 80 ലക്ഷം രൂപ വകയിരുത്തി എയറോബിക് ബിന്നുകളുടെ ആ പറയുന്ന ചേർത്ത് ഡയപ്പർ ആൻഡ് നാപ്കിൻ ഇൻസിനറേറ്റർ സ്ഥാപിക്കുമെന്ന് പദ്ധതിയിൽ വകയിരുത്തി. 80 ലക്ഷം പോയിട്ട് 8000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ പദ്ധതി സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധിച്ചോ? 100 മൊബൈൽ വനിതാ തട്ടുകടകൾ നിങ്ങൾ പറഞ്ഞല്ലോ 2021-22 തുക വകയിരുത്തി. 100 പോയിട്ട് 1 നിങ്ങൾക്ക് സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? സാർ, ലക്ഷങ്ങൾ വകയിരുത്തി കോട്ടൺ പാഡ് യൂണിറ്റ് നിങ്ങൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞു. എത്ര കോട്ടൺ പാഡ് യൂണിറ്റുകൾ നിങ്ങൾക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്? ഇതാണോ ഒരു വനിതാ ഭരണാധികാരി ഭരിക്കുന്ന സമയത്ത് സ്ത്രീ സൗഹൃദ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇതാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതാ ഈ വനിതാ മേയറുടെയും അവരെ പ്രാപ്തമാക്കി എന്ന് വീമ്പിളക്കുന്ന CPM പ്രസ്ഥാനത്തും വനിതകളോട് എന്നും നിങ്ങൾ നെറികെട്ട സമീപനമാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സർ, വനിതകളുടെ പേര് പറഞ്ഞ് പ്രോജക്റ്റ് വെച്ച് വനിതാ സൗഹൃദ കേന്ദ്രം നിങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച് പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ ഇടം തേടി രാഷ്ട്രീയ സമീപനം എല്ലാ കാലത്തും വനിതകളോട് നിങ്ങൾ എതിരായിട്ടുള്ള സമീപനമാണ്. എന്തിനേറെ പറയുന്നു, അനുപമ എന്ന് പറയുന്ന ആ കുട്ടിയിൽ തുടങ്ങി നിങ്ങൾ ഇന്ന് ഈ പറയുന്ന ബഡ്ജറ്റിനെ തള്ളിക്കളയുക. അതാണ് BJPയുടെ നേട്ടം. ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം വിറ്റുതുലയ്ക്കുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച മുതൽ ഇന്ന് വരെ ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും. ബഹുമാനപ്പെട്ട മേയർ, ഡെപ്യൂട്ടി മേയർ, ചെയർമാൻമാർ, ചെയർപേഴ്സൺ, മറ്റ് സഭാംഗങ്ങളെ നമസ്കാരം. ആദ്യമേ തന്നെ മെനഞ്ഞാന്ന് നമ്മുടെ ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ച 2022-23 ബഡ്ജറ്റ് ഒരു പൊള്ളയായ ബഡ്ജറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് നിഷേധിക്കുകയാണ്, അത് തള്ളിക്കളയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആമുഖ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും പ്രതിപാദിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വായിച്ച് കേൾപ്പിച്ച വിഷയങ്ങൾ വളരെ നിരാശാജനകമാണ്. ഒരു ഭരണാധികാരിയും ഇത്തരത്തോളം താഴോട്ട് പോകാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഈ നഗരസഭയുടെ ബഡ്ജറ്റിൽ ഏതാണ്ട് 1/3 ഭാഗം ഈ നഗരത്തിൽ ഒഴുകി വരുന്നത് കേന്ദ്രത്തിൻ്റെ വിവിധ പദ്ധതികളിലൂടെയാണ്. ഈ പദ്ധതിയുടെ പണം കൈവാങ്ങി വച്ചിട്ട് കൃത്യമായി ചെലവഴിക്കാതെ ഇന്നത്തെ നമ്മുടെ ഈ ബഡ്ജറ്റ് പുസ്തകം പഠിക്കുന്ന സമയത്ത് എത്ര രൂപ നമുക്ക് അധികം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല, വേണ്ട രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ വേണ്ട രീതിയിൽ നമ്മളെ പദ്ധതികൾ പൂർത്തീകരിക്കാതെ ഈ പണം തന്ന് സഹായിച്ചിട്ടുള്ള കേന്ദ്രത്തെക്കുറിച്ച് ഒരു ആശ്വാസ വാക്ക് പോലും പറയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാർക്ക് നാവ് പൊങ്ങിയില്ല എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു, കോടിക്കണക്കിന് രൂപ 2-3 വാർഡുകളിൽ കൊടുത്തായിട്ടൊക്കെ പറഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ കൗൺസിലർമാർ, BJPയുടെ കൗൺസിലർമാർ സമരം ഇരുന്ന സമയത്ത് മഴ പെയ്തു, വെള്ളപ്പൊക്കം വന്ന് നമ്മുടെ ഇവിടുത്തെ ഭരണസാരഥികളെല്ലാം തന്നെ ഓടി
CPM-ൻ്റെ വാർഡുകളിൽ പോകുന്നതിന് പകരം കൂടുതൽ അവർ ഓടിയെത്തുന്നത് BJP-യുടെ വാർഡുകളിലാണ്. കാരണം നിങ്ങളുടെ ആൾക്കാരൊക്കെ ഇവിടെ സമരം ഇരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഇനി അടുത്ത ജൂൺ ആകുമ്പോൾ അവിടെ മഴ വരാൻ പോവുകയാണ്. അവിടെ വെള്ളപ്പൊക്ക പരിഹാരത്തിന് വേണ്ടിയിട്ട് അപേക്ഷകൾ പലത് കൊടുത്തിട്ടും ഈ സമയം വരെയും അതിനെക്കുറിച്ചുള്ള തീരുമാനമായില്ല എന്ന് മാത്രമല്ല, ഈ ബഡ്ജറ്റിൽ വെള്ളപ്പൊക്ക പരിഹാരത്തിന് വേണ്ടി ഒരു പദ്ധതിയും കാണുന്നില്ല. തീർച്ചയായിട്ടും ഈ നിരാശാജനകമായ ബഡ്ജറ്റ്, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ഈ ബഡ്ജറ്റിനെ ഞാൻ പിന്തള്ളുന്നു.